السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الإخوان والأخوات، اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين، وضرب لنا مثلا ونسي خلقه، قال من يحيي العظام وهي رميم، قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم. الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون. أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم؟ بلى وهو الخلاق العليم. إنما أمره إذا أراد شيئا أن يقول له كن فيكون.
فسبحان الذي بيده ملكوت كل شيء فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. സ്നേഹ ബഹുമാനമുള്ള രക്ഷിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, പ്രിയം നിറഞ്ഞ കുട്ടികളെ, അടുത്തും അകലെയുമായി ഈ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹ സഹോദരങ്ങളെ, ജഗന്നിയന്താവായ ദൈവം തമ്പുരാൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ച് സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ ശ്രദ്ധയുണ്ടാകണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഏറെ സന്തോഷമുണ്ട് ഖുർആനിക സന്ദേശം എല്ലാവരിലേക്കും എന്ന ഖുർആൻ സംബന്ധിയായ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഒത്തുചേർന്നിരിക്കുവാൻ ഇങ്ങനെ ഒരു സമയം ലഭിച്ചു എന്നതിൽ അൽഹംദുലില്ലാഹ്. അതിലേറെ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് എന്നതാണ് സന്തോഷത്തിന് കൂടുതൽ കാരണമാകുന്നത്. ഞാൻ ഭയക്കുന്നത് സമയമാണ്. 8 മണി കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ഭാഷണം കൂടെ കഴിയുമ്പോഴേക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് തീർച്ചയായും പ്രയാസമുണ്ടാകുമെന്നറിയാം. അതുകൊണ്ട് നിങ്ങളിൽ പ്രയാസം കാണുന്ന സമയം എൻ്റെ സംസാരത്തിൻ്റെ സമാപനത്തിൻ്റെ തുടക്കമായിരിക്കും. പ്രയാസപ്പെടേണ്ടതില്ല. വിശുദ്ധ ഖുർആനിലേക്ക്, അതിൻ്റെ സൗന്ദര്യത്തിലേക്ക് എന്ന വിഷയ സംബന്ധിയായാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അക്ഷരലോകത്ത് വാക്കുകളും വരകളും, മീഡിയ ലോകത്ത് ചിത്രങ്ങളും വാക്കുകളും വരകളുമൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന സവിശേഷമായ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഒട്ടേറെ ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും ലൈബ്രറികളും സോഫ്റ്റ്വെയറുകളും ആയിരക്കണക്കിന് വെബ്സൈറ്റുകളും വിശ്വവിജ്ഞാന കോശങ്ങളുമെല്ലാം കൊണ്ട് സമൃദ്ധമായ വൈജ്ഞാനിക ലോകത്താണ് നാം. എന്നിരുന്നാലും ഏതെങ്കിലും വിഷയത്തിൽ വിജ്ഞാനമന്വേഷിച്ച് ചെല്ലുന്ന ദാഹികൾക്ക് പലപ്പോഴും അവർ സമീപിക്കുന്ന മീഡിയകളിൽ നിന്ന്, അവർ സമീപിക്കുന്ന വിശ്വവിജ്ഞാന കോശങ്ങളിൽ നിന്നും, പുസ്തകങ്ങളിൽ നിന്നും, ലൈബ്രറികളിൽ നിന്നും പൂർണ്ണമായ അർത്ഥത്തിൽ പരിഹാരം ലഭിക്കുകയോ സംതൃപ്തി നേടാൻ സാധിക്കുകയോ ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. മാത്രവുമല്ല, ഒട്ടേറെ ന്യൂനതകളും പോരായ്മകളും അവ്യക്തതകളും വൈരുദ്ധ്യങ്ങളുമാണ് അവിടങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നതും. ഇവയ്ക്കിടയിൽ പുറംചട്ടകൾ കൊണ്ട് പുറംചട്ടകളുടെ മോടി പിടിപ്പിക്കലുകളോ വ്യർത്ഥമായ പ്രലോഭനങ്ങൾ നൽകുകയോ ചെയ്യുന്നില്ലാത്ത
ഒരു ഗ്രന്ഥമുണ്ട്, പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ എന്ന വേദഗ്രന്ഥം അഥവാ കിതാബും മിനല്ലാഹ് ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനുമായി ലോകത്തിൻ്റെ രക്ഷിതാവായ സ്രഷ്ടാവായ ദൈവം തമ്പുരാൻ വിലപ്പെട്ട കനപ്പെട്ട ഒരുപാട് ലളിതമായ സന്ദേശങ്ങളടങ്ങിയ ബൃഹത് ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ ഒട്ടേറെ വ്യതിരിക്തതകളാൽ ഇന്നും സമൂഹത്തിൽ ലോകത്തിൻ്റെ മുമ്പിൽ എഴുന്ന് നിൽക്കുകയാണ് എന്ന് പറയാം. കാലം ഒരുപാട് കഴിഞ്ഞുപോയി, ശത്രുക്കളെ ഒരുപാട് നേരിടേണ്ടി വന്നു. പക്ഷേ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി അതേപോലെ നിലനിൽക്കുന്നു എന്നതാണ് പ്രത്യേകത. ശ്രദ്ധേയമായ വ്യതിരിക്തതകൾ എന്ന് പറയുമ്പോൾ ചുരുക്കി പറയാവുന്നത്, ഒരേ സമയം ലക്ഷക്കണക്കിന് ആളുകൾ മനഃപ്പാഠമാക്കുന്ന ഒരു ഗ്രന്ഥം, ഒരേ സമയം ലക്ഷക്കണക്കിന് ആളുകൾ പ്രായഭേദ ലിംഗഭേദമന്യേ മനഃപ്പാഠമാക്കുന്ന, എന്നാൽ അതോടൊപ്പം തന്നെ ആ മനഃപ്പാഠമാക്കുന്ന വരികൾക്കിടയിലെ ആശയതലങ്ങൾ എന്തെന്ന് വായിച്ചു നോക്കുന്ന, അതോടൊപ്പം മനഃപ്പാഠമാക്കുകയും ആശയം മനസ്സിലാക്കുകയും ചെയ്ത വചനങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്ന, മനഃപ്പാഠമാക്കുകയും അർത്ഥ തലങ്ങൾ വായിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നതോടൊപ്പം നിത്യേന പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അതോടൊപ്പം ഒരുപാട് മത്സരങ്ങളും സംരംഭങ്ങളും നടത്തപ്പെടുന്ന ഇതുപോലെ മറ്റൊരു ഗ്രന്ഥത്തെ ലോകത്ത് എടുത്തു പറയാൻ സാധ്യമല്ല. അതാണ് വിശുദ്ധ ഖുർആനിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതയായി. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ ചില പ്രയോഗങ്ങളുണ്ട്. 3 പ്രയോഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആമുഖമായി നൽകാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 2-ാം വചനമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ നിലനിൽപ്പിന് ആധാരമെന്ത് എന്ന് സൂചിപ്പിക്കുന്ന വചനങ്ങൾ കൂടെയാണ്. അള്ളാഹു ഇങ്ങനെ വിശദീകരിക്കുന്നു: ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. തീർച്ചയായും വിശുദ്ധ ഖുർആനിനെ നാം അറബി ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ ചിന്തിക്കുന്നതിനു വേണ്ടി എന്ന്. പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അറബിയിൽ അവതരിച്ചത് എന്ന്. നമ്മളൊക്കെ ഒരു മറുപടി എളുപ്പത്തിൽ കാണാറുള്ളത്, മുഹമ്മദ് നബി അറബി ആയതുകൊണ്ട് സൗദി അറേബ്യയിൽ അറബികൾക്കിടയിൽ അവതരിപ്പിക്കപ്പെട്ടതുകൊണ്ട് എന്ന്. പക്ഷേ ഖുർആൻ അതിന് നൽകിയ ഉത്തരം, മറുപടി ഈ വചനത്തിലെ അവസാന ഭാഗമാണ്. ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കാൻ എളുപ്പമുള്ള ഭാഷ അറബി ഭാഷയാണ് എന്ന സൂചനയാണ് അവിടെയുള്ളത്. രണ്ടാമതൊരു വചനം 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 2-ാം വചനമാണ്. തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. ഈ അവതീർണമായ ഗ്രന്ഥം നിസ്സംശയം അത് ലോകരുടെ രക്ഷിതാവായ ദൈവത്തിൽ നിന്ന്, അല്ലാഹുവിൽ നിന്ന് തന്നെയാണ്, നിസ്സംശയം. അതുകൊണ്ടാണ് അത് കാലാതിവർത്തിയായി നിലനിൽക്കുന്നത് എന്ന്. മൂന്നാമതൊരു വചനം 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 28-ാം വചനമാണ്. ഞാൻ ആദ്യം പറഞ്ഞ വചനത്തോട് സദൃശ്യമുള്ള വചനം. ഖുർആനൻ അറബിയ്യൻ ഗൈറ ദീ ഇവജിൽ ലഅല്ലഹും യത്തഖൂൻ. ഖുർആനൻ, പരിശുദ്ധ ഖുർആൻ,
അറബിയ്യൻ ഗൈറ ദീ ഇവജിൻ, ഒരു വക്രതയുമില്ലാത്ത ഭാഷയായ അറബിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ലഅല്ലഹും യത്തഖൂൻ, അതുമായി ബന്ധപ്പെടുന്ന ആളുകൾ സൂക്ഷ്മത പുലർത്തുന്നവരാകാൻ. അറബി ഭാഷയിലായിരുന്നില്ല പരിശുദ്ധ ഖുർആനെങ്കിൽ തഖ്വയ്ക്ക് കോട്ടം സംഭവിക്കുമായിരുന്നു എന്ന് മനസ്സിലാക്കണം. അഥവാ ഈ വേദഗ്രന്ഥത്തിലെ ആജ്ഞാനിർദ്ദേശങ്ങളും കൽപ്പനകളും വിരോധങ്ങളും ഉപദേശങ്ങളും എല്ലാം വക്രതയുള്ള ഭാഷയിലായിരുന്നുവെങ്കിൽ കാലം കടന്നു പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. സൂക്ഷ്മതയോടുകൂടെ കൊണ്ടു നടക്കാനോ അതിലെ ആശയതലങ്ങളെ ജീവിതത്തിൽ പകർത്തി സൂക്ഷ്മാലുക്കളായി നിലനിന്നു പോകാനോ സാധ്യമല്ല എന്ന ഈ പറഞ്ഞതിനൊരർത്ഥം. വക്രതയില്ലാത്ത, കാലം എത്ര എവിടെ കടന്നുപോയാലും എന്ത് മാറ്റങ്ങൾ സംഭവിച്ചാലും കേടുപാടുകൾ വരാത്ത അന്യൂനമായ ഭാഷയിലൂടെ വരുന്ന ആജ്ഞാനിർദ്ദേശങ്ങൾക്ക് മാത്രമേ അന്യൂനമായി ലോകാവസാനം വരെ പ്രചരിക്കുവാനും നിലനിൽക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന വചനമായിരിക്കണം. ഒരുപാട് പ്രത്യേകതകൾ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് പറയാം. അഥവാ നിത്യനൂതനമായ ഗ്രന്ഥമാണ്, വക്രതയും വൈരുദ്ധ്യവുമില്ലാത്ത ഭാഷയാണ്, ലളിത സുന്ദരമായ ആർക്കും പഠിക്കാവുന്ന ശൈലിയാണ്. പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാൻ മാനവകുലത്തെ സൃഷ്ടിച്ച് പറഞ്ഞയക്കുകയാണ്. ആ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എന്തു ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് പറയണം, എന്തരുത് എന്ന് കൃത്യമായി എല്ലാം അറിയിക്കുക എന്ന, മനുഷ്യന് ബോധനം നൽകുക എന്ന ദൗത്യം കൂടെ അവൻ തന്നെ ഏറ്റെടുത്തു. സൃഷ്ടിച്ച് പറഞ്ഞേക്കുമ്പോൾ സൃഷ്ടിക്കപ്പെട്ട ആ സമൂഹത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകണം. അതിന് പടച്ച തമ്പുരാൻ വിശുദ്ധ ഖുർആൻ അഥവാ ഏടുകൾ, ഗ്രന്ഥങ്ങൾ ഓരോരോ പ്രവാചകന്മാരിലൂടെ മനുഷ്യർക്ക് നൽകി. ഇതര മതവിഭാഗങ്ങളിൽ വികലമായ ഒരു ധാരണയുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ വികലധാരണ മനുഷ്യ സമൂഹത്തെ നന്മ പഠിപ്പിക്കുവാൻ ദൈവം മനുഷ്യനായി പിറന്നു എന്നാണ്. ദൈവത്തിൻ്റെ അംശം മനുഷ്യനിൽ സന്നിവേശിപ്പിച്ചു എന്നാണ്. ദൈവപുത്രനായി വന്നു എന്നാണ്. ഇങ്ങനെ പല നിലയിലും തെറ്റിദ്ധാരണകൾ, വികലമായ ധാരണകളുണ്ട്. അതിൽ നിന്ന് മാറി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു, ഒരുപാട് ലക്ഷക്കണക്കായ പ്രവാചകന്മാരിലൂടെ അതത് സമൂഹത്തെ നന്മ പഠിപ്പിക്കുവാൻ അള്ളാഹു തീരുമാനിച്ചു. അവസാന പ്രവാചകനായി മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെടുകയും ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും നന്മ പഠിപ്പിക്കുവാൻ വേദഗ്രന്ഥങ്ങളിൽ അന്നുവരെ ഉണ്ടായിരുന്ന അതിപ്രധാനമായ കാര്യങ്ങളെ, മൗലികമായ വിഷയങ്ങളെ ചോർന്നു പോകാതെ ഗൗരവത്തോടുകൂടെ ഇനി അവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും മാർഗദർശനം നൽകാൻ കഴിയുന്ന വിധത്തിലെ ആശയങ്ങളുമായി പരിശുദ്ധ ഖുർആൻ എന്ന ലാസ്റ്റ് എഡിഷൻ, അവസാന പതിപ്പുമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിലൂടെ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഖുർആനിനെ സംബന്ധിച്ച് പറയുന്നു 5-ാം അധ്യായം മാഇദയിലെ 15-16 വചനങ്ങളിൽ 16-ാം വചനത്തിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. 15ന്റെ അവസാന ഭാഗം മുതൽ ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ യഹ്ദി ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാം വയുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂരി ബിഇذനിഹി വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം.
ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബുൻ മുബീൻ. വളരെ വ്യക്തമായ വേദഗ്രന്ഥം നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നു. അതിനെ പിന്തുടരുന്ന ആളുകൾക്ക് അവൻ്റെ ദൈവം തമ്പുരാന്റെ തൃപ്തിയിലേക്കും ശരിയായ മാർഗത്തിലേക്കും സമാധാന പന്ഥാവിലേക്കും നയിക്കും. വയുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ. അന്ധകാരങ്ങളിൽ നിന്ന് മുഴുവൻ മനുഷ്യരെയും, അന്ധകാരങ്ങളിൽ നിന്ന്, അനാശാസ്യതകളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, ഇരുട്ടറകളിൽ നിന്ന് ഏറ്റവും ശരിയായ ഒരേയൊരു പ്രകാശമായ സൽപന്ഥാവിലേക്ക് നയിക്കുകയും ചെയ്യാൻ കഴിയുന്ന ഗ്രന്ഥമാണ്. വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം, അഥവാ നേരായ പാതയിലേക്ക് നയിക്കാൻ കെൽപ്പുള്ള ഗ്രന്ഥം എന്ന് വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച്. എതിരാളികളായ ആളുകൾ അന്നുമുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ എതിരാളികൾ എന്ന് പറയുമ്പോൾ പഠനം നടത്താത്ത ആളുകളും അതേപോലെ വിശുദ്ധ ഖുർആനിനെ ശത്രുതയോടുകൂടെ കാണുകയും ദുഷ്പ്രചരണം നടത്തുകയും പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ രണ്ട് വിഭാഗം എതിരാളികളുമുണ്ട്. ഇവരെ വിളിച്ചുകൊണ്ട് 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 23-24 വചനങ്ങളിൽ അന്ന് അള്ളാഹു ചോദിച്ച ചോദ്യമുണ്ട്. ഈ വിശുദ്ധ ഖുർആൻ ദൈവീകമാണെന്നതിൽ നിങ്ങൾക്ക് വല്ല സംശയവുമുണ്ടോ? അതുകൊണ്ടാണോ നിങ്ങൾ എതിർക്കുന്നത് എന്ന് ആ സമൂഹത്തോട് ചോദിച്ചു. ഇന്നത്തെ സമൂഹത്തിന്റെ മുമ്പിൽ ഈ വചനങ്ങൾ ചോദിക്കുന്ന ചോദ്യതലം ഏതെന്നുകൂടെ സാന്ദർഭികമായി ഉണർത്താൻ ആഗ്രഹിക്കുന്നു. ഇന്ന് വിശുദ്ധ ഖുർആൻ ദൈവികമാണെന്നതിൽ നമുക്കാർക്കും സംശയമില്ല. പറയുന്ന എനിക്കോ മുന്നിലിരിക്കുന്ന നിങ്ങൾക്കോ സംശയമില്ല. പക്ഷേ നമുക്കുള്ള മറ്റൊരു പ്രശ്നമുണ്ട്. ദൈവീകമായ ഈ വചനത്തെ പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരാൻ ഇന്നും നാം വൈമുഖ്യം കാണിച്ചു കൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ പല തലങ്ങളിലേക്കും കടന്നു ചെല്ലാൻ നാം തയ്യാറാകുന്നില്ല. അതിനർത്ഥം നിങ്ങൾക്കിത് ദൈവീകമാണെന്നതിൽ വല്ല സംശയവും ഉണ്ടായിട്ടാണോ എന്ന ചോദ്യമാണ്. ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പിക്കണം, ഇത് ദൈവീകമായ ഗ്രന്ഥമാണ്. ദൈവീക ഗ്രന്ഥമാണെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ അതിലുള്ളത് സ്വീകരിക്കുക എന്നത് സുനിശ്ചിതമാണ്. സ്വാഭാവികമായും സ്വീകരിച്ചേ പറ്റുകയുള്ളൂ. എന്തായിരുന്നു ആ സമൂഹത്തോടും നമ്മളോടുമായുള്ള ഖുർആനിന്റെ ചോദ്യം? 2-ാം അധ്യായം ബഖറയിലെ 23-24. وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَى عَبْدِنَا فَأْتُوا بِسُورَةٍ مِّن مِّثْلِهِ وَادْعُوا شُهَدَاءَكُم مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ. ഇത് ദൈവീകമല്ലെന്ന് നിങ്ങൾ പറയുന്ന ന്യായവാദങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ സത്യവാന്മാരാണ് ഈ വിഷയത്തിലെങ്കിൽ, നിങ്ങൾ ഇതുപോലൊരു വചനത്തെ കൊണ്ടുവരാൻ സാധ്യമെങ്കിൽ നിങ്ങൾ ഇന്ന് നാട്ടിൽ കിട്ടുന്ന മുഴുവൻ സാഹിത്യ സമ്രാട്ടുക്കളെയും ആശയതലങ്ങളിൽ ആഴത്തിലിറങ്ങാൻ കഴിയുന്ന വിചക്ഷണരെയും കൊണ്ടുവന്നോളൂ. സാധ്യമല്ല എന്ന് മാത്രമല്ല, സാധ്യമല്ലാതെ പിന്നോട്ട് നിൽക്കുന്ന നിങ്ങൾ ഇനിയും അതിനെ സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ അത് നിങ്ങളുടെ നിഷേധമാണ് എന്ന് ബോധ്യപ്പെടണം. നിഷേധമാണെന്ന് മനസ്സിലായെങ്കിൽ അന്നത്തെ ആ നരകത്തെക്കുറിച്ചുള്ള ഭയപ്പാടും ഉണ്ടായിരിക്കണം. എന്താണ് അടുത്ത വചനം? فَإِن لَّمْ تَفْعَلُوا وَلَن تَفْعَلُوا فَاتَّقُوا النَّارَ وَقُودُهَا النَّاسُ وَالْحِجَارَةُ أُعِدَّتْ لِلْكَافِرِينَ. ഇതുപോലുള്ള നിഷേധികൾ കൊരുക്കപ്പെട്ടിട്ടുള്ള നരകാഗ്നിയെ നിങ്ങൾ ഭയപ്പെടണം. നിങ്ങൾ നിഷേധികളാണെങ്കിൽ ഓർക്കുക, നിങ്ങളെപ്പോലുള്ള നിഷേധികളായ മനുഷ്യരും കല്ലുകളുമാണ് ആ നരകത്തിൻ്റെ ഇന്ധനമായി നിറയ്ക്കപ്പെടുന്നത് എന്ന്. നിങ്ങളതിനെ ഭയപ്പെടണം എന്ന് പറയാൻ. സഹോദരങ്ങളെ, സാന്ദർഭികമായി വിശുദ്ധ ഖുർആനും കൊണ്ട് നടക്കുന്ന ഞാനും നിങ്ങൾ കൂടെ ഈ വചനത്തെ ഒന്നാലോചിക്കണം. ഇത് എന്നോട് പറയുന്ന ഒരു വചനമാണ്. ദൈവീകമാണെന്നെനിക്കറിയാം, പക്ഷേ ഞാനിത് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ എന്തോ ചില സംശയങ്ങളാണ് നിനക്കുള്ളത്.
ഇത് സ്വീകരിച്ചാൽ പ്രയാസമുണ്ടാകുമെന്ന സംശയം നിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായ മേഖലകളിലെ പല ആയത്തുകളെയും ഇന്നുവരെ സ്വീകരിച്ചിട്ടില്ല. ഒരുപാട് വിഷയങ്ങളിൽ കൂടുതലായി ഞാൻ വിശദീകരിക്കുന്നില്ല. സഹോദരങ്ങളെ, സഹോദരികളെ, ഒരുപക്ഷെ ചരിത്രത്തിൽ വിശുദ്ധ ഖുർആൻ പോലെ മറ്റൊരു ഗ്രന്ഥവും ഇത്രയേറെ ചർച്ചയാവുകയോ കയ്യേറ്റങ്ങൾക്കോ വളച്ചൊടിക്കലുകൾക്കോ വിധേയമായിട്ടുണ്ടാകില്ല എന്ന് പറയാം. പ്രധാനമായ 2 കാരണങ്ങളാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒന്ന് മനഃശാസ്ത്രപരമായ വിഷയമാണ്. അഥവാ വിശുദ്ധ ഖുർആനിന്റെ മുമ്പിൽ, ആ വിശുദ്ധ ഖുർആനിന്റെ ആശയ പ്രപഞ്ചത്തിന്റെ മുമ്പിൽ തങ്ങളുടെ കഴിവുകേട് സമ്മതിക്കലാണ് അതിനോടുള്ള എതിർപ്പുകൾ. സമ്മതിക്കുകയാണ്, കഴിവുകേട് സമ്മതിക്കാൻ വേണ്ടിയാ വിശുദ്ധ ഖുർആനിനെ എതിർക്കുന്നത് ഒരു വിഭാഗം. അങ്ങനെയാണ്. മറ്റൊരു വിഭാഗമുള്ളത് വിശുദ്ധ ഖുർആനിന്റെ മുമ്പിൽ അതിനെ നേരിടാൻ, അഥവാ ശത്രുവിനെ നേരിടാൻ കഴിയുമ്പോൾ കാണിക്കുന്ന ആരോപണങ്ങളും അപവാദ പ്രചരണങ്ങളും കാണിക്കലാണ്. ഈ 2 വിധത്തിൽ വിശുദ്ധ ഖുർആനിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ അവതരിച്ചു തുടങ്ങിയ 40-ാം വയസ്സ് മുതൽ, അന്നു മുതൽ വിശുദ്ധ ഖുർആനിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷേ എല്ലാം വിശുദ്ധ ഖുർആനിന്റെ രചന ആശയ സൗഷ്ഠവത്തിന്റെ മുമ്പിൽ പരാജയപ്പെട്ട് പിന്തിരിഞ്ഞു പോവുകയായിരുന്നു. അന്നത്തെ സാഹിത്യത്തിന്റെ എല്ലാ നിലക്കും ഉന്നതമായ കഴിവുകൾ നേടിയിരുന്ന വലീദ് ഇബ്നു മുഗീറയും ഉത്ബത്തും അബൂ സുഫിയാനും അഖ്നസും അബൂജഹലും, ഇങ്ങനെ ഒരുപാട് ആളുകൾ, എല്ലാവരും പരാജയപ്പെട്ടു. പലരും വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ എഴുതി വെക്കപ്പെട്ടിടത്ത് നിങ്ങൾക്ക് സാധ്യമെങ്കിൽ ഇതുപോലൊരു വചനത്തെ കൂടെ കൊണ്ടുവരൂ, എഴുതൂ എന്ന് പറഞ്ഞ പരസ്യപ്പെടുത്തി എഴുതി വെച്ചിടത്ത് ആവർത്തിച്ച് ആ വചനങ്ങളെ വായിച്ചിട്ട് 4-മതൊരു വചനം എഴുതി ചേർക്കാൻ കഴിയാതെ അതിൻ്റെ താഴെ എഴുതി വെച്ചത് മാ ഹാദാ ഖൗലുൽ ബശർ എന്നാണ് പോലും. ഇത് മനുഷ്യ വാക്കല്ല എന്ന്, മുഹമ്മദിന്റെ വചനങ്ങളല്ല എന്നാണ്. അത് ദൈവീകമായ വചനങ്ങളാണ്, അവന് ബോധനം നൽകപ്പെടുന്ന വചനങ്ങളാണ്. അതിനെന്തോ ഒരു മാധുര്യമുണ്ട്, അതിനെന്തോ ഒരു വശ്യതയുണ്ട്. അത് വല്ലാതെ അതിൻ്റെ മേതയുള്ള എല്ലാറ്റിനെയും, അഥവാ അതിൻ്റെ മീതെ ഒന്നും നിൽക്കില്ല, എല്ലാറ്റിനെയും താഴ്ത്തിവെക്കുന്ന ഗ്രന്ഥമാണ്. കവി വിശദീകരിച്ചതുപോലെ അല്ലാഹു അക്ബറു ഇന്ന ദീന മുഹമ്മദിൻ وكتابه أهدى وأقوم قيلا لا تذكر الكتب السوالف عنده طلع الصباح فأطفأ القنذيلا. അല്ലാഹു അക്ബർ. 4 മുമ്പിൽ ഒരു സദസ്സിനെ വിളിച്ചു വരുത്തി, ഒരു സമൂഹത്തെ, ഒരു നാട്ടുകാരെ ഒന്നടങ്കം ജാതി മതഭേദമന്യേ വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ വിശദീകരിച്ചു കൊടുക്കാൻ, വായിച്ചു കൊടുക്കാൻ, പറഞ്ഞു കൊടുക്കാൻ, അവർക്ക് മുമ്പിൽ ഇട്ടുകൊടുക്കാൻ കഴിയുന്ന ഒരേയൊരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഒരേ ഒരു ആശയാദർശമാണ് പരിശുദ്ധ ഇസ്ലാം. അഹ്ദാ വ അഖ്വമു ഖീല. പ്രസ്താവിക്കുവാൻ, പറയാൻ ഏറ്റവും യോഗ്യമായ നേരായ ഗ്രന്ഥം എന്ന് വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് ആരുടെ മുമ്പിലും പതറാതെ വായിക്കാൻ കഴിയുന്ന ഗ്രന്ഥം. കാരണം അതിൽ പതിരില്ലാത്ത ഗ്രന്ഥമാണ്. അതുകൊണ്ട് പതറാതെ വായിക്കാം. അതാണ് വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. പിന്നീട് പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികൾ വിശുദ്ധ ഖുർആൻ അനുകരണ സൃഷ്ടികൾ നടത്തി നോക്കിയിട്ടുണ്ട് എന്നതാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആൻ അനുകരണ സൃഷ്ടികൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് സൃഷ്ടികൾ നടത്തി നോക്കി. പക്ഷെ എല്ലാം വിശുദ്ധ ഖുർആനിന്റെ മുമ്പിൽ പരാജയപ്പെടുകയായിരുന്നു. ഒരു പുതിയ പ്രവാചകൻ വരണം, മുഹമ്മദ് നബിക്ക് ശേഷം ഇനിയൊരു പുതിയ പ്രവാചകൻ വരണം, ന്യൂ പ്രൊഫറ്റ്, അതേപോലെ തന്നെ ന്യൂ ബുക്സ്, പുതിയ പുസ്തകങ്ങളും ഇങ്ങനെയുണ്ടായെങ്കിലേ വിശുദ്ധ ഖുർആനിനെ പരാജയപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്നതായിരുന്നു തീരുമാനം. അങ്ങനെ 1800-കളിലാണ് അൽ ബയാൻ എന്ന വിശുദ്ധ ഖുർആൻ അനുകരണ ഗ്രന്ഥം ഖുർആനിനെ പരാജയപ്പെടുത്താൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടിരുന്നത്. ഷിയ അടിത്തറയുള്ള ബാബികളായിരുന്നു അതിൻ്റെ പിന്നിൽ. മാത്രവുമല്ല, അവർക്ക് പിൻബലം നൽകിയിരുന്നത് ബ്രിട്ടനും റഷ്യയുമായിരുന്നു എന്നുകൂടെ ചരിത്രം രേഖപ്പെടുത്തുന്നു. ബ്രിട്ടനും റഷ്യയും
പിൻബലം നൽകിക്കൊണ്ട് ബാബികൾ എന്നാൽ ബാബ് എന്ന പദത്തിൽ നിന്നാണ്, സ്വർഗത്തിലേക്കുള്ള കവാടം എന്ന നാമകരണം സ്വീകരിക്കുകയായിരുന്നു സ്വയം. എന്നിട്ട് അവർ അൽ ബയാൻ എന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആനിനെ പരാജയപ്പെടുത്താൻ വേണ്ടി നിർമ്മിക്കുകയായിരുന്നു. പക്ഷേ അത് ആ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധ ഖുർആനിന്റെ മുമ്പിൽ പരാജയപ്പെടേണ്ടി വന്നു എന്നതാണ്. അൽ അഖ്ദസ് എന്ന ബഹായികൾ സൃഷ്ടിച്ച അതിനുശേഷമുള്ള മറ്റൊരു ഗ്രന്ഥമുണ്ടായിരുന്നു ഖുർആനിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട്. അൽ അഖ്ദസ് എന്ന ഷിയ ബന്ധം തന്നെയായിരുന്നു അതിൻ്റെ പിന്നിലും. അതിനുശേഷം ഖാദിയാനികൾ അഥവാ 1898 സ്ഥാപിതമായ മിർസ ഖുലാം സ്ഥാപിച്ചിട്ടുള്ള മതമായിരുന്നല്ലോ ഖാദിയാനിസം. ഖാദിയാനികളുടെ ഖുർആൻ ബദലുണ്ടായിരുന്നു. അതും ബ്രിട്ടീഷ് ബന്ധമായിരുന്നു. ബ്രിട്ടീഷുകാരോടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തെ സംബന്ധിച്ചും ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ താങ്ങിക്കൊണ്ട് അഥവാ തണൽ നൽകിക്കൊണ്ട് അദ്ദേഹം അതിനകത്ത് പ്രതിപാദിച്ച കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഗ്രന്ഥം അതിനും നിലനിൽക്കാൻ സാധിച്ചിട്ടില്ല. അതിനൊക്കെ ശേഷം അമേരിക്കൻ പതിപ്പായ അൽ ഖുർആനുൽ ഹഖ് എന്ന ഒരു ഗ്രന്ഥവും വിശുദ്ധ ഖുർആനിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. അൽ ഖുർആനുൽ ഹഖ് എന്ന ഫലസ്തീൻ പാതിരിയായ അനീസ് ഷറൂഷ് ആയിരുന്നു അതിൻ്റെ ഗ്രന്ഥകർത്താവ്. അഥവാ സൂറത്ത് ഇഖ്ലാസിൻ്റെ ശൈലി കടമെടുത്തുകൊണ്ട് ആശയരാഹിത്യം നേരിട്ട് വിശുദ്ധ ഖുർആനിൻ്റെ മുമ്പിൽ പരാജയപ്പെടേണ്ടി വന്ന ഗ്രന്ഥങ്ങളിൽ ഒന്നായിരുന്നു അതും. ഇങ്ങനെ ഖുർആനിനെ പരാജയപ്പെടുത്താൻ എന്തൊക്കെ ശ്രമങ്ങൾ നടത്താമോ അങ്ങനെയെല്ലാം അന്നു മുതൽ നടത്തി നോക്കി. പക്ഷേ ഇന്നും വിശുദ്ധ ഖുർആൻ ശക്തമായി നിലനിൽക്കുന്നത് പോലെ ഒന്നിനും നിലനിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം ഖുർആനിലുള്ള പ്രത്യേകതകൾ അവർ മനസ്സിലാക്കിയില്ല. ഖുർആനിൻ്റെ പ്രത്യേകത ഒരുപാട് വിശാലമായ വീക്ഷണമാണ് പരിശുദ്ധ ഖുർആനിന് ഉണ്ടായിരുന്നത്. അത് ദൈവീകമാണ് എന്നതുകൊണ്ടാണ്. അതിൻ്റെ ഒരു വചനമുണ്ട്, 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 1-2 വചനങ്ങൾ അള്ളാഹു വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അലിഫ് ലാം മീം ഒരായത്താ. നാം നേരത്തെ പറഞ്ഞതിലേക്ക് സാന്ദർഭികമായി ഇന്ന് വിരൽ ചൂണ്ടട്ടെ. നിങ്ങൾ ഒരായത്തെങ്കിലും കൊണ്ടുവന്ന് പരാജയപ്പെടുത്താൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞല്ലോ. അലിഫ് ലാം മീം കേവലം 3 അക്ഷരം കൊണ്ടുള്ള ഒരു സൂക്തം ലോകത്തിന്നേ വരെ കൊണ്ടുവരാൻ സാധിച്ചില്ല. ഖുർആനിൻ്റെ ഭാഷ അറിയാമായിരുന്ന അവർക്ക് പോലും സാധിച്ചില്ല. ശേഷം പറയുന്നു ദാലികൽ കിതാബ്, അതത്രേ ഗ്രന്ഥം, ലാ റൈബ ഫീഹി, നിസ്സംശയമാണ് ഈ വിഷയം, ഹുദൽ ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അത് നേർമാർഗം നൽകും എന്ന്. ഞാൻ ഓർക്കുന്നു ആമുഖ ഭാഷണത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഒരു വചനം. ഞാൻ 50 വയസ്സോളമായി, അല്ലേ 40-ലധികം വയസ്സായി, ഇത്രയും കാലം യാസീൻ ഒരുപാട് ആവർത്തി വായിച്ചിട്ടുണ്ടായിരുന്നു, മനഃപ്പാടമാക്കിയിട്ടുണ്ട്, ഒരുപാട് ഉരുവിട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ അതിലെന്തെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതാ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. യാസീൻ എന്തിനെന്ന് ബോധ്യപ്പെട്ടത് അതൊന്ന് തുറന്ന് വായിച്ചു നോക്കിയപ്പോഴാ. അർത്ഥം വായിക്കാൻ പാടില്ലെന്ന പ്രചാരണങ്ങൾക്കോ നിർദ്ദേശങ്ങൾക്കോ നടുവിൽ ജീവിച്ചിരുന്ന എനിക്ക് ഇതെന്തെന്ന് ബോധ്യപ്പെടാൻ അവസരം ലഭിച്ചില്ല. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം കണ്ടപ്പോൾ അതൊന്ന് വായിക്കണമെന്ന് തോന്നി വായിച്ചു നോക്കിയപ്പോഴാണ് ഇതാണല്ലേ യാസീനിലെ ആശയ തലങ്ങൾ എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അവിടെയാണ് എന്തിന് യാസീൻ എന്ന് മനസ്സിലായത്. വാഹനത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഉപ്പയും മകനും പരിചിതമല്ലാത്ത പ്രദേശത്തെത്തിയപ്പോൾ വാഹനം നിർത്തിയിട്ട് ഉപ്പ ഗ്ലാസ് താത്തിയിട്ട്, സൈഡ് ഗ്ലാസ് താഴ്ത്തിയിട്ട് വഴിയിലിരിക്കുന്ന ആളോട് ചോദിച്ചു, ഇന്ന സ്ഥലത്തേക്ക് ഏതിലേ പോവുക എന്ന്. ചോദ്യം കേട്ട ഉടനെ മകൻ എടുത്തു ചാടി ഗ്ലാസ് ഉയർത്തിയിട്ട് വേഗം ഉപ്പയുടെ കീശയിൽ നിന്ന് മൊബൈൽ എടുത്തിട്ട് അതിനകത്ത് മാപ്പ് വ്യൂ സ്വിച്ച് ഓൺ ചെയ്തു.
അവിടെ നിന്ന് കൃത്യമായി തനിക്ക് പോകേണ്ട സ്ഥലം അടിച്ചു കൊടുത്തപ്പോൾ ഇനി എത്ര കിലോമീറ്റർ ഏത് ദിശയിലൂടെ സഞ്ചരിക്കണം എന്ന് കണ്ടു. ഈ പിഞ്ചു കുട്ടി, 10 വയസ്സിൽ താഴെയുള്ള കുട്ടി ഉപ്പയെ നയിച്ചു. ആ ഉപ്പയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മൊബൈൽ ഒന്നിനും പറ്റില്ല, മാർഗദർശനമായിരുന്നില്ല, വഴി കാണിക്കാൻ കെൽപ്പില്ല. ഉള്ള ഈ വഴി കാണിച്ചു കൊടുക്കാൻ സംവിധാനങ്ങളുള്ള മൊബൈൽ ഉപ്പാന്റെ കീശയിൽ വെറുതെയാണ്, വിളിക്കാനും പറയാനും മാത്രം. പക്ഷേ അതൊന്ന് തുറന്നു നോക്കാൻ പഠിച്ച മകൻ തുറന്നു നോക്കി, ഇന്ന സ്ഥലത്തൂടെ പോയാൽ എത്തുന്നു, മൊബൈലിലുണ്ടുപ്പ എന്ന് പറഞ്ഞു. ഇതുപോലെ വിശുദ്ധ ഖുർആനിനെ കെട്ടിപ്പൂട്ടി പൊതിഞ്ഞ് അട്ടത്ത് വെച്ച്, അതല്ലെങ്കിൽ വളരെ ഭദ്രമായി ഉക്കത്ത് വെച്ച് അങ്ങനെ കൊണ്ടു നടന്ന ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ടും വിശുദ്ധ ഖുർആനിൽ എന്നെ സംബന്ധിച്ച് എന്ത് പറഞ്ഞു, ഞാൻ എവിടെ പോകണമെന്ന് എന്ത് പറഞ്ഞു, എങ്ങനെ സൂചനകളുണ്ട് എന്ന് മനസ്സിലാക്കാതെ പോയ ഒരു സമൂഹം അൽഹംദുലില്ലാ ഇന്ന് ഒരുപാട് മുൻപന്തിയിലാണ്. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടാനും പഠിക്കാനും പ്രാവർത്തികമാക്കാനും തുടങ്ങിയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ മാർഗദർശനം നൽകാൻ കെൽപ്പുള്ള ഗ്രന്ഥം. വായിച്ചു നോക്കുന്ന, പഠിക്കുന്ന ആളുകൾക്ക് എളുപ്പത്തിൽ മാർഗം കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ്, സന്തോഷവാർത്ത നൽകുന്ന ഗ്രന്ഥമാണ് എന്നർത്ഥം. വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്ത് അൻആമിലെ 38-ാമത്തെ ഒരു വചനമുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വീഴ്ച വന്നിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന വചനമാണ്. മറ്റൊരു ഗ്രന്ഥത്തെ സംബന്ധിച്ചും ഒരു ഗ്രന്ഥകാരനും ഈ ഗ്രന്ഥത്തിൽ വീഴ്ചയൊന്നും വന്നിട്ടില്ല എന്ന് കാണില്ല. ഏതൊരു പുസ്തകം പരിശോധിച്ചാലും അതിൻ്റെ ആമുഖത്തിൽ കാണാം, ഈ പുസ്തകത്തിൽ ആദ്യാന്തം വായിക്കുമ്പോൾ എന്തെങ്കിലും പിഴവുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൂചിപ്പിക്കണേ എന്ന് ഫോൺ നമ്പറും കൊടുക്കും. പക്ഷേ അള്ളാഹു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് സംശയമുണ്ടോ, നിങ്ങളെ കൊണ്ടാകും, നിങ്ങളൊന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞ്. അതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ശക്തി. വിശുദ്ധ ഖുർആൻ അന്യൂനമാണ് എന്ന് പറയാനുള്ള കാരണം, വിശുദ്ധ ഖുർആൻ ഇങ്ങനെയാ പറയുന്നത്, മാ ഫറതുനാ ഫിൽ കിതാബി മിൻ ശൈ, ഈ ഗ്രന്ഥത്തിൽ നാം ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല എന്ന്. ഈ ഗ്രന്ഥത്തിൽ നാം ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല, യാതൊരു വിധത്തിലും വീഴ്ച വന്നിട്ടില്ലാത്ത പരിശുദ്ധമായ ഗ്രന്ഥം. ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ വിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകതയെക്കുറിച്ച്. ഇതര ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യതിരിക്തമാക്കുന്നത് എന്താണ് ഖുർആനിനെ? അത് ലോകത്ത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം അവകാശവാദം ഉന്നയിക്കാൻ കഴിയാത്ത ഗ്രന്ഥമാണ് എന്നതാ. എനിക്കേറെ ശ്രദ്ധേയമായി തോന്നിയ ഒരു വിഷയമാണത്. ലോകത്തേതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം അവകാശവാദം ഉന്നയിക്കാൻ കഴിയാത്ത ഒരേ ഒരു ഗ്രന്ഥം. മുസ്ലിംകൾക്കാർക്കും പറയാൻ ന്യായമില്ല ഇത് മുസ്ലിംകളെ ഖുർആനാന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ചിന്തിക്കുന്നവർ ഒരു പക്ഷേ ഉണ്ടാകാം. ഇത് മുസ്ലിംകളുടെ ഗ്രന്ഥമല്ല, ഇത് മുസ്ലിംകളുടെ ഗ്രന്ഥമല്ല. ഇത് ലോകത്ത് അവസാന നാൾ വരെ ജനിച്ചു വീഴുന്ന മുഴുവൻ മനുഷ്യർക്കുമുള്ള ഗ്രന്ഥമാണ്. മുഴുവൻ മനുഷ്യർക്കും, ജാതി മതഭേദമന്യേ മുഴുവൻ മനുഷ്യർക്കുമുള്ള ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 285-ാം വചനത്തിലല്ലേ അള്ളാഹു സൂചിപ്പിക്കുന്നത്, പരിശുദ്ധ റമദാനിൽ അവതീർണമായ ഗ്രന്ഥം എന്ന് തുടങ്ങിയിട്ട് പറയാ, ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് ഹുദൽ ലിന്നാസ്. എന്താണ് ആ പ്രയോഗം? ഹുദൻ ലിന്നാസ്, മനുഷ്യർക്ക് മാർഗദർശനം നൽകുന്നത് എന്ന്. ആരാ മനുഷ്യർ? മുസ്ലിം മാത്രമോ? മുഹമ്മദും നൗഷാദും മാത്രമാണോ? അല്ല, സോമസുന്ദരൻ മനുഷ്യരാണ്, ഷീജ മനുഷ്യനാണ്. അതുകൊണ്ട് മുഴുവൻ മനുഷ്യർക്കുമുള്ള ഗ്രന്ഥമാണ് ഈ വിശുദ്ധ ഖുർആൻ എന്നത്. കക്ഷിഭേദമില്ലാതെ ആർക്കും അവകാശവാദം ഉന്നയിക്കാൻ കഴിയാത്ത ദൈവം തമ്പുരാനിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥം എന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ടത് എന്നും നിലനിൽക്കും. അതുകൊണ്ടത് ആർക്കും വായിച്ചു നോക്കാം, ആർക്കും വായിക്കാം ഖുർആൻ.
ഞാൻ എൻ്റെ വിദ്യാലയത്തിലേക്കൊരു ദിവസം വെള്ളിയാഴ്ച ഖുതുബയുടെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് അവസാന ആയത്തുകളെ രേഖപ്പെടുത്താൻ ഞാൻ എൻ്റെ സ്കൂളിലേക്ക് കൊണ്ടുപോയി വിശുദ്ധ ഖുർആനുമായി ചെന്നു. ലിഷർ പീരീഡ് ഖുർആൻ എടുത്തു വെച്ച് ഞാൻ നോട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ സഹാധ്യാപകർ, സഹപ്രവർത്തകർ ചോദിച്ചു, ഇതെന്താ നൗഷാദ് സാറേ ഒരു ചെറിയ ഒരു ബുക്ക്? ഞാൻ പറഞ്ഞു ഇത് ഖുർആനാ. അതൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനൊരു ക്രിസ്ത്യൻ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്തിരുന്നത്. മനുഷ്യർക്കാണ് ഈ ഗ്രന്ഥം എന്ന്, നിങ്ങൾ അതിൽ പെടുമോ? അപ്പോൾ അവർ പറഞ്ഞു, വളരെ പക്വമായ നിലയിൽ ഭാഷയിൽ അവർ പറഞ്ഞു, ആഹാ അങ്ങനെ ഈ ഗ്രന്ഥത്തിലുണ്ടോ? എങ്കിൽ ഞങ്ങൾ മനുഷ്യരല്ലേ, ഇത് ഞങ്ങൾക്കും വേണ്ടേ പഠിക്കുക? ഞാൻ അവരെ ബോധ്യപ്പെടുത്തി. പക്ഷേ ഇതിന് ചില സൂക്ഷ്മതകൾ നമുക്കുണ്ടായിരിക്കണം. വൃത്തിയോടെ, ഭവ്യതയോടെ, ഭക്തിയോടെ, ആദരവോടെ വേണം ഇതിനെ കൈകാര്യം ചെയ്യാൻ. അങ്ങനെ ഒരു ഭാഗം ഇതിനുണ്ട്. ഇത് ബോധ്യപ്പെടുത്തണം, അത്രയേ ഉള്ളൂ. ആർക്കും പഠിക്കാം. ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നില്ലേ? അന്നത്തെ ശത്രുക്കളായ ആളുകൾ വിശുദ്ധ ഖുർആൻ സ്പർശിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടില്ലേ? ഒരുപാട് തെറ്റിദ്ധാരണകൾ ആ വിഷയത്തിലുണ്ട്. ഞാൻ അങ്ങോട്ട് ഇപ്പോൾ ഇറങ്ങുന്നില്ല. സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ, വൽ ഖുർആനു ബിൽ ഹജ്മി സഗീർ, വിശുദ്ധ ഖുർആൻ രൂപത്തിൽ വളരെ ചെറുതാണെങ്കിലും വലകിൻ ഇദസ്തംബത മആനിഹി ലാ തഫി ബിഹൽ അഖ്ലാം വലാ തക്ഫി ലഹൽ ഔറാഖ്. ഇമാം റാസി വിശദീകരിക്കുകയാണ്, നീ അതിനെക്കുറിച്ച് പരിശോധിച്ച് പഠനം നടത്തി അതൊന്ന് രേഖപ്പെടുത്താൻ, അതിനെ അവലംബിച്ച് നീ അതൊന്ന് വിവരിക്കാൻ തയ്യാറായാൽ ലോകത്തെ വിശുദ്ധ ഖുർആൻ സൂറത്ത് കഹ്ഫിൽ അവസാന ഭാഗത്ത് പറഞ്ഞതുപോലെ ലോകത്തെ മുഴുവൻ, ഭൂമിയിലെ മുഴുവൻ വൃക്ഷങ്ങളും അതിലെ ശാഖോപശാഖകളും പേനകളായി എടുത്താലും, മുഴുവൻ സമുദ്രങ്ങളും അതിലപ്പുറം സമുദ്രങ്ങളും എടുത്ത് മഷിയായി ഉപയോഗിച്ചാലും ഖുർആനിൻ്റെ ആശയതലങ്ങളെ എഴുതി തീർക്കാൻ നിനക്ക് സാധ്യമല്ല. അത്രത്തോളം വിശാലമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിൻ്റെ പഠനം നമ്മുടെ ബാധ്യതയാണ്. അത് പഠനം നമ്മുടെ ബാധ്യതയാണ്, ഏറ്റവും വലിയ കടമയാണ് എന്ന് മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൻ്റെ ആശയതലങ്ങൾ അറിയാത്ത ഒരു സമൂഹം മുമ്പുണ്ടായിരുന്നു. അസ്റുൽ ജാഹിലിയ കാലഘട്ടം, ഇരുണ്ട കാലഘട്ടം, ഡാർക്ക് ഏജിലെ ആളുകൾ എന്നായിരുന്നു അവരെ സംബന്ധിച്ച് പറയാറുണ്ടായിരുന്നത്, പറയപ്പെടുന്നത് അങ്ങനെയാ. ആ ഒരു സമൂഹം അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് ബോധ്യമില്ലാത്ത, ദൈവികമായ സന്ദേശങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാത്ത, അതെല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്ന ആ ഒരു സമൂഹം അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അക്രമങ്ങളിലും നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. ഒരുപാട് വിഷമങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, നീറുന്ന വിഷമങ്ങൾ അവരെ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്ന് കാണാൻ കഴിയും. പക്ഷേ വിശുദ്ധ ഖുർആൻ അറിയാൻ തുടങ്ങിയതോടുകൂടെ വലിയ പരിവർത്തനം സാധ്യമായി വലിയ പരിവർത്തനം സാധ്യമായി. ഇവിടെ ഇമാം മാലിക് റഹ്മഹുള്ളയുടെ ഒരു പ്രയോഗമുണ്ട്. പൂർവികരായ ആളുകൾ ഏതൊരു കാര്യം കൊണ്ടാണോ പരിവർത്തിതരായിട്ടുള്ളത്, പിൻകാല ഇനി വരാൻ പോകുന്ന സമൂഹവും ആ ഒന്നുകൊണ്ട് മാത്രമേ പരിവർത്തിപ്പിക്കപ്പെടുകയുള്ളൂ. അതാണ് വിശുദ്ധ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ആശയാർത്ഥങ്ങളിലേക്ക് വർത്തമാന സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേഷവിധാനം അല്ലേ, വേഷവിധാനത്തിലാവട്ടെ, വേഷവിധാനത്തിൽ പറയാൻ തുടങ്ങിയില്ലേ, പല നേതാക്കന്മാരും പല നായകന്മാരും പല മേഖലകളിൽ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളും സ്ത്രീകളെ നിങ്ങൾ പുരുഷരെ പ്രയാസപ്പെടുത്തരുത്, പുരുഷർക്ക് വികാര വിചാരങ്ങളുണ്ട്, നിങ്ങളുടെ വസ്ത്രധാരണം ഇടുങ്ങിയതാകരുത്, കീറിയതാകരുത്, അത് സൗന്ദര്യം എന്നതോടൊപ്പം അത് മറകൂടെയായിരിക്കണം എന്ന് ഉള്ള ഖുർആനിൻ്റെ ആശയത്തിലേക്ക് വർത്തമാന ലോകം വരുന്നുണ്ട്. സാമ്പത്തിക വിഷയത്തിലും സ്ത്രീ സുരക്ഷയിലും ലഹരി ഉപയോഗങ്ങളും അക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഒക്കെ വിശുദ്ധ ഖുർആൻ കൊണ്ട് മാത്രമേ പരിവർത്തനം സാധ്യമാവുകയുള്ളൂ എന്ന്. ആത്യന്തികമായ പരിവർത്തനം കേവലം 23 വർഷക്കാലങ്ങൾ കൊണ്ട് നാം നേരത്തെ പറഞ്ഞ ആ അന്ധകാരത്തിലെ അകപ്പെട്ടു പോയിരുന്ന ആളുകൾ പരിവർത്തിപ്പിക്കപ്പെട്ടുവെങ്കിൽ ലഹരി, അക്രമം, അനാശാസ്യം, ബഹുദൈവ വിശ്വാസം, ആരാധന
ഇതിലെല്ലാം മുഴുകിപ്പോയിരുന്ന ഒരു സമൂഹം ഖുർആനിൻ്റെ പല ചോദ്യങ്ങൾ കൊണ്ടും അത് ഹൃദയത്തിൽ തട്ടിയിട്ട് പരിവർത്തിതരായി. ലഹരി ഉപയോഗിച്ചിരുന്ന ആളുകളെ പടിപടിയായി ഉത്ബോധിപ്പിച്ചിട്ട് എന്നിട്ടും നിർത്താത്ത ആളുകളുടെ മുമ്പിൽ ചോദ്യം വന്നു ഖുർആനിൻ്റെ, വഹൽ അൻതും മുൻതഹൂൻ, ഇനിയും നിങ്ങൾക്ക് വിരമിക്കാനായിട്ടില്ലേ? മുസ്ലിം നാമധാരിയാണ്, വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നുണ്ട്, പക്ഷേ ഇന്നും പത്രങ്ങളിൽ എല്ലാവിധ അരുതായ്മകളുടെയും അനാശാസ്യതകളുടെയും മുൻപന്തിയിൽ പേര് ചേർക്കപ്പെടുന്നത് ഇവൻ തന്നെയെങ്കിൽ, അങ്ങനെയായിരുന്ന ആ സമൂഹത്തിലെ ആളുകളുടെ മുമ്പിൽ വിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യം, അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, വിശ്വാസിയാണെന്ന് പറഞ്ഞതുകൊണ്ടായില്ല, ഹൃദയത്തിൽ തറച്ചിട്ട് അല്ലാഹുവിനെ കുറിച്ചുള്ള, ദൈവം തമ്പുരാനെ കുറിച്ചുള്ള ബോധത്തോടെ ഇനിയും ഹൃദയത്തെ ഭക്തമാക്കാൻ ഈ മുസ്ലിംകൾക്ക്, ഈ വിശ്വാസികൾക്ക് സമയമായിട്ടില്ലയോ എന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യത്തോടുകൂടെ ഒരുപാട് ആളുകൾ കൃത്യമായ മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ സന്നദ്ധമായി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഇദാ മിത്തു ഫദ്ഫന്നീ ഇലാ ജംബി കർമതീ തുറവ്വി ഇളാമി ബഅദ മൗതി ഉറൂഖുഹാ, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മുന്തിരിച്ചെടിയുടെ ചുവട്ടിൽ എന്നെ മറമാടണേ എന്ന് വസിയത്ത് ചെയ്തു വെക്കുകയാ കവിതയിലൂടെ. അങ്ങനെ മറമാടപ്പെട്ടാൽ ദ്രവിച്ചു പോകുന്ന എൻ്റെ എല്ലുകൾക്കും ഞരമ്പുകൾക്കും ആ മുന്തിരിച്ചെടിയുടെ വേരിൽ നിന്ന് ചാറൂറ്റി കുടിക്കുകയെങ്കിലും ആകാമല്ലോ എന്ന് അത്രത്തോളം ലഹരിക്കടിപ്പെട്ടു പോയിരുന്ന, അഡിക്റ്റായിരുന്ന ആളുകൾ, അത് ശൈത്താനീയത്താണെന്നും നിങ്ങൾ പറയുന്നത് പോലെ ചില ഗുണങ്ങൾ അതിനുണ്ട്, ശരി തന്നെ, പക്ഷേ അതിൽ ഗുണത്തേക്കാൾ ദ്രോഹമാണ്, ഉപദ്രവമാണ്, അപകടമാണ് ഏറെയുള്ളത്, അതുകൊണ്ട് നിങ്ങൾ അതിനെ വർജിക്കണം എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മുടെ മനസ്സിലേക്ക് വിശുദ്ധ ഖുർആനിൻ്റെ ആശയതലങ്ങൾ വരേണ്ടത്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമഹു എന്ന് പ്രവാചകൻ പഠിപ്പിച്ചതും അതാ. നിങ്ങളിൽ ഏറ്റവും ഉത്തമരാകുന്നത് വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെന്ന്. നോക്കൂ, നിങ്ങൾ ഖുർആൻ പഠനവും വായനയും ഏതു വിധത്തിലായിരിക്കണം എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് സൂചിപ്പിക്കുന്ന ഒരു ശ്രദ്ധേയമായ ഭാഗമുണ്ട്. അതിനെ അമലായി കാണണം എന്ന്, അതിനെ അമലായി കാണണം. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അൻസലൽ ഖുർആൻ അലൈഹിം, നിങ്ങൾക്ക് മേൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്, ഉൻസിലൽ ഖുർആൻ അലൈഹിം, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ലിയഅമലൂ ബിഹി, അത് വെച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. ആ ഖുർആൻ ഓതി തീർക്കുക എന്നത് മാത്രമല്ല, പ്രാവർത്തിക തലത്തിലെത്തിക്കാൻ വേണ്ടിയാ. ഫത്തഖിദൂ ദിറാസതഹു അമലൻ, അതുകൊണ്ട് അതിൻ്റെ പഠനത്തെ ഒരു അമലായി നിങ്ങൾ സ്വീകരിക്കണം. ഇന്ന അഹദകും ലയഖ്റഉൽ ഖുർആന മിൻ ഫാത്തിഹതിഹി ഇലാ ഖാതിമിഹി, നിങ്ങൾ ഓരോരുത്തരും വിശുദ്ധ ഖുർആനിലെ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്യുകയാണെങ്കിൽ മാ യുസ്ഖിതു മിൻഹു ഹർഫൻ, അതിൽ നിന്ന് ഒരു ഹർഫും വീണുപോകുന്നില്ല. ഫഖദ് അസ്ഖതൽ അമല ബിഹി, ഏതെങ്കിലും ഒരു ഹർഫ് വിട്ടുപോയാൽ ഒരു അമല് വിട്ടുപോയി എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് പാരായണം ശ്രദ്ധേയമായിരിക്കണം, അത് കർമ്മതലത്തിലേക്കുള്ള വിധത്തിലായിരിക്കണം. അതുകൊണ്ട് തന്നെ അർത്ഥബോധത്തോടെ, അർത്ഥതലത്തോടുകൂടെയാകണം എന്ന് ഇമാം ത്വബരി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്ന ഒരു വിശദീകരണം നോക്കൂ. ഇന്നി ലഅഅജബു മിമ്മൻ ഖറഅൽ ഖുർആന വലം യഅലം തഅ്വീലഹു, ഗംഭീരമാണ്. ഇന്നി ലഅഅജബു, തീർച്ചയായും വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. മിമ്മൻ ഖറഅൽ ഖുർആൻ, ചില ആളുകൾ കണ്ടില്ലേ, അവർ ഖുർആൻ അങ്ങനെ ഓതുന്നുണ്ട്, പക്ഷേ വലം യഅലം തഅ്വീലഹു, അതെന്താണെന്ന് അവർക്കറിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഖുർആൻ ഓതാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഒരുപാടായി, എന്താണ് ഇത് എന്നറിയില്ല.
അങ്ങനെ ഖുർആനിനെ കുറിച്ചല്ലാതെ വേറെ ഏതെങ്കിലും വിഷയത്തിലുണ്ടോ കൂട്ടരെ? എന്നും രാവിലെ എഴുന്നേറ്റ് കട്ടൻ ചായ കുടിച്ച് കോലായിലേക്ക് ഇരുന്നിട്ട് വരുന്ന 3-4 പേപ്പറുകൾ എടുത്ത് അതിൻ്റെ എല്ലാ ഭാഗവും വായിച്ചു തീർത്തു, എന്നിട്ട് എന്താ വായിച്ചതെന്ന് ഓർമ്മയില്ലാത്ത ആൾക്കാരുണ്ടാവുമോ? ഇല്ല. അത്ര പോലും വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ധാരണയെത്തിയിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ച് എന്ത് പറയാൻ എന്ന്. പലരും വായിക്കാൻ സമയമില്ല എന്ന് പറയുന്നു, പഠിക്കാൻ നേരമില്ലെന്ന് പറയുന്നു. ഇപ്പറഞ്ഞ 5 പേപ്പർ വായിക്കാൻ സമയം കിട്ടിയ ആളാ പറയുന്നത് ഒരായത്ത് പഠിക്കാൻ സമയം കിട്ടിയില്ല എന്ന്. വിശുദ്ധ ഖുർആൻ ഓതിപ്പോകുന്നുണ്ട്, അതിൻ്റെ ആശയതലങ്ങൾ എന്തെന്നറിയുന്നില്ല. അങ്ങനെയുള്ള ആളുകളുടെ കാര്യം അത്ഭുതം തന്നെ എന്ന്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിനെ മരിച്ച വീടുകളിൽ മാത്രം ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നതിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. എങ്കിലും അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വിശുദ്ധ ഖുർആൻ മരിച്ച വീട്ടിൽ ഓതാനുള്ളതാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്തിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഇന്ന് വളരെ ചുരുക്കമാണ്. വളരെ വിനയാന്വിതമായി എളിമയോടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒന്നാലോചിക്കണം. അങ്ങനെ പലരും ആലോചിച്ചപ്പോഴാണ് മരണ വീട്ടിൽ ഓതിക്കൊണ്ടിരുന്ന ഒരേ ഒരു അധ്യായമായ സൂറത്തു യാസീൻ ഇനി ഇത് മരണ വീട്ടിൽ ഓതേണ്ടതല്ല എന്ന് ബോധ്യപ്പെട്ട് തിരിച്ചു ചിന്തിച്ചത്. അതുകൊണ്ട് യാസീനല്ല, എല്ലാ ഭാഗവും ഓതാൻ തീരുമാനമെടുക്കുകയും 30 ആളിരുന്ന് ഓരോ ജുസ് പാരായണം ചെയ്യുകയും ചെയ്യുന്ന രീതിശാസ്ത്രം പിന്നീട് ഉടലെടുത്തു. അല്ലേ? ആദ്യം യാസീൻ മാത്രമായിരുന്നു ഓതാറുണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴാണ് ആരോ യാസീനിലെ അർത്ഥം വായിച്ചു പോയി, ആരോ യാസീനിലെ അവസാന ഭാഗത്തുള്ള ഒരു വചനത്തിന്റെ അർത്ഥതലം മനസ്സിലാക്കിപ്പോയി. അദ്ദേഹം 70-ാം വചനം മനസ്സിലായപ്പോൾ ആളുകളെ ബോധ്യപ്പെടുത്തി. അതോടുകൂടെ യാസീൻ മാത്രം ഓതുന്ന ഏർപ്പാട് നിർത്തേണ്ടി വന്നു. അത് ഒരു നല്ല ചിന്തയാണ്, നല്ല മനസ്സോടുകൂടെയാണ്. അവിടെ നിന്ന് ഒന്നുകൂടെ മുന്നോട്ട് വരണം എന്നതേ നമുക്ക് ആവശ്യപ്പെടാനുള്ളൂ. എന്തായിരുന്നു വിശുദ്ധ ഖുർആൻ പഠനം തുടങ്ങിയതോടുകൂടെ ഉണ്ടായ മാറ്റം? വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായം 70-ാമത്തെ വചനം, ലിയൂൻദിറ മൻ കാന ഹയ്യാ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. ഖുർആനെ സംബന്ധിച്ച് ആദ്യം പറയുന്നുണ്ട്, വമാ അല്ലംനാഹു ശിഅറ വമാ യൻബഗീ ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ. മുഹമ്മദ് നബി കൊണ്ടുവന്നത് കവിതയാണെന്നൊക്കെ കളിയാക്കുന്ന ആളുകൾക്ക് മുമ്പിൽ പറയാ, അല്ല, മുഹമ്മദ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നാം കവിത പഠിപ്പിച്ചിട്ടില്ല, അത് അദ്ദേഹത്തിന് അനുഗുണവുമല്ല. അദ്ദേഹം ഇപ്പോൾ ഒരു കാര്യം പഠിപ്പിക്കാൻ വന്നതാ, വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ കവിതാ പാഠവുമില്ല, അതിനുള്ള കഴിവുകളില്ല, എഴുതാനോ വായിക്കാനോ പോലും അറിയില്ല. ഈ ഗ്രന്ഥം, നിങ്ങൾ ഈ എതിർത്തുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥമുണ്ടല്ലോ, അത് ഇൻ ഹുവ ഇല്ലാ ദിക്റു വ ഖുർആനും മുബീൻ, സ്പഷ്ടമായ ഉത്ബോധന ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അത്രേ ഇത്. എന്നിട്ട് പറഞ്ഞു ആ ഖുർആനിന്റെ ലക്ഷ്യം, ലിയൂൻദിറ മൻ കാന ഹയ്യാ, ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള ഗ്രന്ഥമാണ് എന്ന്. എന്തൊരത്ഭുതം! ഈ ഒരു വചനം വെച്ചായിരുന്നു മരണപ്പെട്ടു എന്നറിയുന്നതോടെ മരിച്ച ആളുടെ തലഭാഗത്തിരുന്നു കൊണ്ട് ഓതിക്കൊണ്ടിരിക്കുകയാ ഇത്. സ്വാഭാവിക മരണം സംഭവിക്കാതെ, മരിക്കാതെ കിടക്കുന്ന, എന്നിട്ട് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വചനം എത്തുമ്പോഴെങ്ങാണ്ട് എഴുന്നേറ്റ് അർത്ഥവും കൂടെ അറിയുന്ന ആളും കൂടെയാണ് അയാളെങ്കിൽ ചോദിക്കും, എന്നിട്ട് എന്തേ ഇത്രയും കാലം എനിക്ക് പറഞ്ഞു തരാത്തതെന്ന്. അങ്ങനെയുള്ളൊരു വചനമായത്. ലിയുൻദിറ മൻ കാന ഹയ്യൻ, ജീവനുള്ള ആൾക്ക് ഓതിക്കൊടുക്കാനുള്ളതാണ്, താക്കീത് നൽകാനുള്ളതാണ് ഈ ഗ്രന്ഥമെന്ന്. എന്നിട്ട് എന്തേ എനിക്ക് ഇത്രയും കാലം ഓതിത്തരാത്തതെന്ന് ഖബറിൽ വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാകും, ഉമ്മാമ്മമാരും മുപ്പാപ്പമാരും ഉണ്ടാവുന്നു, ഇല്ലേ? ജീവിച്ചിരിക്കുമ്പോ കേൾക്കാൻ അവസരം ലഭിച്ചില്ല എന്ന്. മരിച്ചിട്ടല്ല ഇത് കേൾക്കേണ്ടത്, ജീവനുള്ളവർക്ക് കേൾക്കാനുള്ളതാ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന വചനം മനസ്സിലായപ്പോ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ, നിഷേധികളായ ആളുകൾക്ക് കൃത്യമായി ഈ കാര്യത്തെ ബോധ്യപ്പെടാനുള്ളതാണ് ഈ ഗ്രന്ഥം. അതുകൊണ്ട് വായിക്കണം, പഠിക്കണം, വിശുദ്ധ ഖുർആൻ. സൂറത്തു യാസീൻ നിങ്ങളുടെ ഇപ്പോൾ പ്രത്യേകമായ ഒരു അധ്യായമാണ് നിങ്ങളുടെ മുമ്പിൽ, അല്ലേ? മത്സരം നടന്ന എത്ര 1500 ആളുകളോ
വായിച്ചു തീർത്ത ഒരു അധ്യായം. ഖൽബുൽ ഖുർആനിനെ ഖൽബിലേക്ക് ചേർത്ത് വെക്കാൻ മനസ്സ് കാണിച്ചവർ. ഖുർആനിൻ്റെ നടുക്കാണുള്ളത്. പേജുകൾ നോക്കിയാൽ ഏതാണ്ട് അങ്ങനെയുള്ളത്. മാത്രവുമല്ല, അതുകൊണ്ടല്ല അങ്ങനെ പേര്. വിശുദ്ധ ഖുർആനിൻ്റെ ഹൃദ്യമായ ഭാഗങ്ങൾ അടങ്ങുന്ന ഒരധ്യായമാണ്. അതുകൊണ്ടാണ് ഹൃദയം എന്ന് പേര് നൽകപ്പെട്ടത്. ഹൃദ്യമായ ഭാഗങ്ങൾ, ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കേണ്ട കാര്യങ്ങൾ, സ്വന്തത്തിലേക്ക് ഏറ്റവും അടുപ്പിച്ച് വെക്കേണ്ട കാര്യങ്ങൾ പ്രതിപാദിക്കപ്പെടുന്ന ഒരധ്യായമാണ്. അതുകൊണ്ട് തന്നെ ഖൽബുൽ ഖുർആൻ എന്ന് പറഞ്ഞു. ഹാർട്ടുമായി ബന്ധപ്പെടുത്തേണ്ട അധ്യായമാണ് എന്ന് പറഞ്ഞു. മറ്റധ്യായങ്ങൾക്കും പല പ്രത്യേകതകളുമുണ്ട്. അതുപോലെ പ്രത്യേകമാക്കപ്പെട്ട ഒരു അധ്യായം ഈ വിശുദ്ധ ഖുർആനിലെ ഖൽബുൽ ഖുർആൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ട സൂറത്തു യാസീൻ. അത് മതി ഒരു വ്യക്തിയെ പാകപ്പെടുത്താൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വ്യക്തിയെ മുവഹിദാക്കാൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ ഒരാളെ പാകപ്പെടുത്താൻ ഈ ഒരു അധ്യായം മാത്രം മതിയാകുമെന്ന് പറയാം. എൻ്റെ സമയം 1 മണിക്കൂറായി. അവസാനിപ്പിക്കാറായെങ്കിൽ നിങ്ങൾക്ക് പറയാം. നമ്മൾ ഒന്നാമത്തെ വശം പറഞ്ഞു തീർന്നിട്ടില്ല. തുടർന്ന് 2ാം വശത്തേക്കും കൂടെ കുറച്ചുകൂടെ പറയാനുണ്ട്. നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. യാസീനുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങൾ, എനിക്ക് ഏറെ ആകർഷണീയമായി തോന്നിയ യാസീനിലെ ചില ഭാഗങ്ങൾ, യാസീനിൽ ഏറെ ആകർഷണീയമായി തോന്നിയ ചില വചനങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക്. സൂറത്ത് യാസീനിലെ 71 മുതൽ 75 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ പഠിച്ചവരാണ്. നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകും. അതുകൊണ്ടൊന്ന് പറയാം. 71 വചനം മുതൽ 75 വചനം വരെയുള്ള ഭാഗങ്ങൾ. അവലം യറൗ അന്നാ ഖലഖനാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമാ ഫഹും ലഹാ മാലികൂൻ. അവർ കാണുന്നില്ലേ? അവർക്കൊന്ന് നോക്കിക്കൂടെ? അവർ ഉടമപ്പെടുത്തിയ കന്നുകാലികൾ, അവർക്ക് നാം ആ കന്നുകാലികളെ, നാൽക്കാലികളെ സൃഷ്ടിച്ചു കൊടുത്തതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചുകൂടെ? എന്നിട്ട് അവർ അതിനതാ ഉടമപ്പെടുത്തിയിരിക്കുന്നു. അന്ന് ഖുർആൻ പറയാ, അതിനെ നാം അവർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു. അതിൽ അവർക്ക് വാഹനങ്ങളായി ഉപയോഗിക്കാവുന്നതുണ്ട്. അവയിൽ നിന്ന് തന്നെ അവർ ഭക്ഷിക്കുകയും ചെയ്യുന്നു. മാംസ്യാഹാരം നൽകുന്നു. വലഹും ഫീഹാ മനാഫിഉ വമശാരിബ്. മാത്രമല്ല വേറെയും ഒരുപാട് ഉപകാരങ്ങൾ അവർക്കുണ്ട്. അവർക്ക് കുടിക്കാൻ പാല് കിട്ടുന്നു അതിൽ നിന്ന്. അഫലാ യശ്കുറൂൻ. എന്നിട്ടും എന്തേ അവർ നന്ദി കാണിക്കാത്തത്? വീട്ടിൽ വളർത്തുന്ന നാൽക്കാലികളെ ഒന്ന് നോക്കിയിരുന്നാൽ പോലും അള്ളാഹുവിനെ പരിചയപ്പെടാനും അവന് നന്ദിയുള്ളവനാകാനും കഴിയുമെന്നായി വചനം പറയുന്നത്. ഇനിയും ചോദിക്കുന്നു, ഇങ്ങനെയൊക്കെയായിട്ടും നന്ദി കാണിക്കാതെ നന്ദിയുടെ ഏറ്റവും പരമപ്രധാനമായ എന്നെ മാത്രം ആരാധിക്കുക എന്നതിൽ നിന്ന് മാറിയിട്ട് വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹ ലഅല്ലഹും യുൻസറൂൻ. എന്നിട്ടും അവരതാ എനിക്ക് പുറമെ, അഥവാ അള്ളാഹുവിന് പുറമെ പല ആരാധ്യരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നു, നേർച്ചകൾ നൽകുന്നു, അഭയം തേടുന്നു, പ്രതീക്ഷിക്കുന്നു, ഭയപ്പെടുന്നു. അള്ളാഹുവിൽ നിന്ന് മാത്രം ഭയപ്പെടേണ്ടത് മറ്റു പലതിൽ നിന്നും, പലരിൽ നിന്നും, പലയിടങ്ങളിൽ നിന്നും ഭയപ്പെടുന്നു. അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ടത് അവനല്ലാത്ത മറ്റു പലതിനോടും, പലരോടും, പലയിടങ്ങളിൽ നിന്നും ചോദിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ മനുഷ്യൻ ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹ, അള്ളാഹുവിന് പുറമെ ഇലാഹുകളെ സ്വീകരിക്കുന്നു. എന്നിട്ട് ആ ഇലാഹുകളെ കുറിച്ച് പറയാ, ലാ യസ്തതീഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ. ചിന്തിക്കണമേ ഈ വചനം. എളുപ്പത്തിൽ ഒന്ന് ആലോചിക്കണേ. ഒറ്റ വായനയിൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല.
ലാ യസ്തതീഊന നസ്റഹും. ഈ ആളുകൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് ബിംബത്തെയാണോ, ഏത് പ്രതിഷ്ഠയെയാണോ, ഏത് ജാറത്തിൽ കിടക്കുന്നവരെയാണോ, ഏത് മഖാമിനെയാണോ, ഏത് ഔലിയയെയാണോ, ആ ഔലിയാക്കൾക്കോ ആ ബിംബങ്ങൾക്കോ ആ പ്രതിഷ്ഠകൾക്കോ ആ ജാറത്തിനോ മഖാമിനോ അതിനുള്ളവർക്കോ ആർക്കും ലാ യസ്തതീഊന നസ്റഹും, ഇവരെ സഹായിക്കാൻ സാധ്യമല്ല. മാത്രവുമല്ല, വിരോധാഭാസം എന്തെന്നല്ലേ, വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ. അല്ലാഹുവിന് പുറമെ അവർ സ്വീകരിച്ച ഈ ആരാധ്യന്മാരുണ്ടല്ലോ, ആരാധ്യന്മാർക്കുള്ള കാവലാളുകളായി മനുഷ്യർ നിൽക്കേണ്ടി വരുന്നു. എന്തൊരത്ഭുത! ഈ ദൈവത്തെ ആരെങ്കിലും കട്ടുകൊണ്ടുപോകുമോ എന്ന് പേടിയാ. അതുകൊണ്ട് ഭണ്ഡാരത്തിന്റെ മുമ്പിൽ കാവൽക്കാരെ നിർത്തേണ്ടി വരുന്നു. പിന്നെ എന്തർത്ഥമാണുള്ളത്? 1400 വർഷം മുമ്പ് ഖുർആൻ പറഞ്ഞ വചനമാ ഇന്ന് നാം പലയിടങ്ങളിലും കാണുന്നത്. ദൈവത്തിന് കണ്ണ് കാണൂല അല്ലേ? ഈ ദൈവത്തിന് കണ്ണ് കാണൂലെന്ന് ഇവിടെ ബർക്കത്ത് തേടി വരിക. തൻ്റെ ഭാവി എന്തെന്നറിയാത്ത സിദ്ധന്റെ മുമ്പിൽ ചെന്നിട്ട് ഭാവി അന്വേഷിക്കുന്ന ഒരുപാട് പാമരന്മാരായ സമൂഹം പോലെ. തൻ്റെ ഭാവി എന്താണെന്നറിയാത്ത സിദ്ധന്മാരാ, എന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മളെ ഭാവി പറയാ. വിരോധാഭാസം. അതുപോലെ ഇവിടെയും സൂറത്ത് യാസീനിലെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണത്. മറ്റൊന്ന്, മനുഷ്യ, അതുകൊണ്ട് തന്നെ നീ നിന്നെയൊന്ന് ഓർത്തു നോക്ക്, നിന്നെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്, സൃഷ്ടിപ്പിൻ്റെ രഹസ്യത്തെക്കുറിച്ച്. എങ്കിൽ നിനക്ക് നിന്റെ ദൈവത്തെ കണ്ടെത്താൻ കഴിയും എന്ന 77 മുതൽ 79 വരെയുള്ള വചനങ്ങൾ. നിങ്ങളുടെ മുമ്പിൽ യാസീന് ഞാനിനി വിശദീകരിക്കേണ്ടെന്ന് എനിക്കറിയാം, എന്നാലും നിങ്ങളെ ഒന്നുകൂടെ തട്ടിയുണർത്താനാണ് ഞാൻ ഈ വചനം തന്നെ എടുക്കുന്നത്. 77 മുതൽ 79 വരെയുള്ള വചനം എന്താ? മനുഷ്യ, നീ ഇങ്ങനെ ആരെയെങ്കിലും മുമ്പിൽ, അല്ലാഹു അല്ലാത്തവരുടെ മുമ്പിൽ, ഈ പ്രപഞ്ചനാഥനായ ഏകനായ റബ്ബിൻ്റെ നീ ഏത് പേര് പറഞ്ഞോ, ദൈവമെന്നോ പടച്ചോനെന്നോ കടവുളെന്നോ പരബ്രഹ്മമെന്നോ ബ്രഹ്മാവെന്നോ ഗോഡെന്നോ ഈശ്വരനെന്നോ കർത്താവെന്നോ ഏത് പേര് പറഞ്ഞാലും അല്ലാഹു എന്ന അറബി ഭാഷയിൽ ഖുർആൻ പ്രതിപാദിച്ചു എന്ന് മാത്രം. ദൈവം എന്നതിൻ്റെ അറബി പ്രയോഗമാണ്, ആരാധ്യൻ എന്നതിൻ്റെ അറബി പ്രയോഗമാണ് അല്ലാഹ്. അൽ ഇലാഹ് എന്നതിൽ നിന്ന് രൂപപ്പെട്ട അല്ലാഹു എന്ന പദപ്രയോഗം. ഏറ്റവും അത്യുന്നതമായ നാമം, ഇസ്മുൽ ജലാല അല്ലാഹു. ഈ അല്ലാഹുവിൻ്റെ മുമ്പിൽ അല്ലാതെ ആരുടെ മുമ്പിൽ നീ തലകുനിക്കുന്നുവോ, മറ്റെന്തിനെ നീ ആരാധിക്കുന്നുവോ, നീ നിന്നെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ നീ അവിടെ പോയി പ്രണമിക്കുകയില്ല. നീ നിന്നെ സൃഷ്ടിച്ച ദൈവത്തെ കണ്ടെത്താൻ പ്രാപ്തനാവുകയും അവനെ മാത്രം ആരാധിക്കുകയും അവനോട് മാത്രം പ്രാർത്ഥന നേർച്ചകൾ നടത്തുകയും ചെയ്യുന്നവനാകും. നീ പരിവർത്തിപ്പിക്കപ്പെടും, നിസ്സംശയമാണ്. എന്നിട്ട് ചോദിക്കുക പടച്ച തമ്പുരാൻ, അവലം യറൽ ഇൻസാനു അന്നാ ഖലഖ്നാഹു മിൻ നുത്ഫ ഫഇദാ ഹുവ ഖസീമും മുബീൻ. കണ്ടില്ലേ, സ്വന്തത്തെക്കുറിച്ച് ആലോചിച്ചാൽ കുതർക്കങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നുമൊക്കെ നിനക്ക് മാറാം. ദൈവത്തെ സംബന്ധിച്ച് നിനക്കൊരു തർക്കം നടത്തേണ്ടി വരില്ല. നീ നിന്നെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ, നിന്നെ കേവലം ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് സ്ത്രീയുടെയും പുരുഷന്റെയും വ്യത്യസ്തമായ നിറവും വ്യത്യസ്ത സ്വഭാവവും വ്യത്യസ്ത ശക്തിയുമുള്ള ബീജവും അണ്ടവും ചേർന്ന് അംശാജിൻ എന്ന് സൂറത്തു ഇൻസാൻ, സൂറത്തു ദഹ്റിലൂടെ പറയുന്നുണ്ട്. നുത്ഫത്തിൻ അംശാജിൻ, മിശ്രിതമായ മിക്സറായിരുന്ന നുത്ഫ, തുള്ളിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാ നീ എന്ന്. ആ നീ നിന്നെക്കുറിച്ച് ആലോചിച്ചാൽ, ഇന്നലെ ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലിൽ അതിരാവിലെ ഒരു കുടുംബം, പരിചയമുള്ള ഒരു കുടുംബം, അവരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇന്നയാൾ ഇവിടെ ഉണ്ട്, 4 മാസമായിട്ടേ ഉള്ളൂ, തികയാതെ പ്രസവം നടന്നു. അപ്പം ഞാൻ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു. കുഞ്ഞിനെ കവറടക്കാൻ കൊണ്ടുപോയി. എങ്ങനെയുണ്ട് കുഞ്ഞ് എന്നവരോട് ചോദിച്ചു. അവർ കാണിച്ചു തന്നത് അവരുടെ വിരൽ മാത്രമാണ്. ഇവിടെ നിന്ന് ഇതിനുള്ളിൽ കുട്ടിയെ കിടത്താൻ പറ്റും, ഇതിനുള്ളിൽ കുഞ്ഞിനെ കിടത്താൻ പറ്റുമെന്ന്. എന്നിട്ട് പറഞ്ഞു പുറത്തെടുത്തപ്പോൾ ഉണ്ടായിരുന്നു അത്രേ, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ചുരുങ്ങിപ്പോയി, ചുളിഞ്ഞുപോയി, തീരെ ഇല്ലാതെയായിപ്പോയി. അതിനെ കൊണ്ടുപോയിട്ടുണ്ട് കവറടക്കാൻ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ചർച്ച ചെയ്തു. ഈ സ്ത്രീയും ആ കുടുംബമടക്കം ചർച്ച ചെയ്യുക,
പറച്ചോനെ ഈ സാധനം ഇതിങ്ങനെ വലുതായിട്ട് ഓന നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കണമെന്ന്, ഓനാണ് ഈ നാട്ടിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് സ്വന്തം ഉമ്മയെപ്പോലും ഓർക്കാതെ, സ്വന്തം ഉപ്പയെ ഓർക്കാതെ, താൻ എവിടെ നിന്ന് വന്നു എന്ന് ചിന്തിക്കാതെ, ഹൽ അതാലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ. പ്രസ്താവ്യമായ ഒന്നുമായിരുന്നില്ലാത്ത ഒരു കാലം മനുഷ്യ നിന്റെ മേൽ കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഒന്ന് ആലോചിക്കണം. 36 വയസ്സായ നൗഷാദ് ആലോചിക്കണം, 36 37 വർഷം മുമ്പ് ഞാൻ എവിടെയായിരുന്നു? ഒന്നുമായിരുന്നില്ലാത്ത ഒരു കാലം എനിക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. എങ്കിൽ ഞാൻ കുതർക്കിയാവാൻ പാടില്ല, അന്യായമായി സംസാരിക്കാൻ പാടില്ല. ആ സൃഷ്ടിപ്പ് നടത്തിയ ശക്തിയുണ്ട്, അവൻ ഞാൻ അള്ളാഹു എന്ന് അറബിയിൽ പറയുന്നു. ആ അള്ളാഹുവിനെയാണ് ഞാൻ ആരാധിക്കേണ്ടത്, ആ അള്ളാഹുവിനോടാണ് ഞാൻ ചോദിക്കേണ്ടത്. സൂറത്തു യാസീൻ പഠനം നടത്തുന്നതോടുകൂടെ ആ മനുഷ്യൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടാവുകയാണ്. 77 മുതൽ 79 വരെ അവൻ്റെ സൃഷ്ടിപ്പിനെ അവൻ മറന്നുപോയി. എന്നിട്ട് ഓൻ ചോദിക്കുക, ഇത് മണ്ണിൽ വെച്ച് നുരുമ്പിപ്പോയ പിന്നെ ആരാ ഇതിനെ വീണ്ടും സൃഷ്ടിക്കാൻ കഴിവുള്ളോന്ന്? ആരായി ചോദിക്കുന്നത്? ഒന്നുമല്ലാത്തിടത്ത് നിന്ന് ഉണ്ടായി വന്നോ മരിച്ചുപോയാ രണ്ടാമത് ഉണ്ടാക്കാൻ എത്ര എളുപ്പമാ. ഖുർആൻ തൊട്ടടുത്ത വചനത്തിൽ പറഞ്ഞു, 79-ാം വചനത്തില്, ഖുൽ യുഹ്യീഹാ അല്ലദീ അൻശഅഹാ അവ്വല മർറ. ആദ്യമാരാണോ അതിന് സൃഷ്ടിപ്പ് നൽകിയത്, അവൻ ഇനിയും അതിനെ സൃഷ്ടിച്ചെടുക്കാൻ എന്തു പ്രയാസം, അവൻ സൃഷ്ടിക്കും. യാസീൻ പഠിച്ചാൽ സംശയം തീർന്നു. യാസീൻ പഠിതാക്കള് ഒരു ഇൻഫർമേഷൻ നേടിയിട്ട് സമ്മാനം വാങ്ങാൻ വേണ്ടി മാത്രമായിരുന്നു പഠിച്ചതെങ്കിൽ, സഹോദരികളെ, സഹോദരങ്ങളെ, അത് വലിയ ഒരു ശിക്ഷയായിരിക്കും. ഇവിടെ നിന്ന് ഈ മത്സരത്തിലെ സമ്മാനത്തിന് അർഹനാകാൻ മാത്രമാണ് പഠിച്ചതെങ്കിൽ അത് അപകടം ചെയ്യും. അതിനപ്പുറം ഇത് പകർത്താനുള്ള മനസ്സുണ്ടാകണം. അപ്പോഴാണ് വിശുദ്ധ ഖുർആനിൻ്റെ പഠനം സാധുവാകുന്നത്. ഇനിയും നോക്ക്, ശേഷം 81-ാം വചനം ഏറെ ശ്രദ്ധേയമാണ്. അള്ളാഹുവിനെ പരിചയപ്പെട്ടിട്ടില്ലാത്ത ആളുകളുടെ മുമ്പിൽ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുക. അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിത്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്. ഇങ്ങനെ തൂണുകളില്ലാതെ എടുപ്പുകളായി സൃഷ്ടിക്കപ്പെട്ട ഈ ആകാശത്തിൻ്റെ രക്ഷിതാവല്ലേ അല്ലാഹ്? ആ അള്ളാഹു ഭൂമിയെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ എത്രയേറെ വ്യതിരിക്തതകളാണ്, എത്രയേറെ അത്ഭുത പ്രവർത്തനങ്ങളാണ്, പ്രതിഭാസങ്ങളാണ് ഈ ആകാശഭൂമികളിൽ നടക്കുന്നത്. അലങ്കൃതമായ ആകാശം, എടുപ്പുകളായി നിൽക്കുന്ന ആകാശം, കാർമേഘങ്ങളായി വന്ന് ആവശ്യാനുസരണം ഓരോ വർഷത്തിലും കൃത്യമായി മഴ നൽകുന്ന ആകാശം, അതെല്ലാം നൽകുന്ന, അതിനെല്ലാം പാകപ്പെടുത്തിയ, അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച ദൈവം തമ്പുരാൻ അല്ലാഹു, അവന് സാധ്യമല്ലേ ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിത്ലഹും. ഇങ്ങനെ ഒരു സൃഷ്ടിപ്പ് നടത്താൻ അവന് സാധ്യമല്ലേ? നമ്മളെക്കാൾ അപ്പുറമല്ലേ ഈ ആകാശഭൂമികള്? എത്ര കിലോമീറ്റർ വേഗതയിലാണ് മണിക്കൂറിൽ ഈ ഭൂമി സ്വയം തിരിയുന്നതോടൊപ്പം മറ്റൊന്നിനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? നമുക്കാർക്കും ഒരു പ്രയാസവുമില്ല, നമുക്കാർക്കും കുലുക്കമില്ല. എവിടെയെങ്കിലും ഭൂമിക്കുള്ളിലെ ടെക്ടോണിക് പ്ലേറ്റുകൾ ഒന്ന് മാറ്റം സംഭവിക്കുമ്പോൾ, അല്പം ചെറിയ ഒരു ഇളക്കം സംഭവിക്കുമ്പോഴേക്കോ നാം ആകെ പതറി വീഴുന്നത്, തെറിച്ചു പോകുന്നത്. പക്ഷേ അത്രയേറെ കൃത്യമായി കൊണ്ടു നടക്കുന്ന ഈ പടച്ച തമ്പുരാന് നിങ്ങളെ സൃഷ്ടിക്കാൻ, എന്നിട്ട് പിന്നീട് നിങ്ങളെ മരിപ്പിക്കാൻ, വീണ്ടും സൃഷ്ടിക്കുവാൻ, നിങ്ങളെ ചോദ്യം ചെയ്യാൻ, നിങ്ങൾക്ക് രക്ഷയോ ശിക്ഷയോ നൽകാൻ കഴിയില്ലേ? ജാതി മതഭേദമന്യേ ചിന്തിക്കാവുന്ന വിഷയം. അതുകൊണ്ടാണ് ഖുർആൻ നിലനിൽക്കുന്നത്. ഖുർആൻ വായിക്കണം, പഠിക്കണം.
അപ്പോഴാണ് വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച്, അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധ്യപ്പെടുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. സഹോദരങ്ങളെ, 83-ാം വചനം നിങ്ങൾ നോക്ക്. അത് പ്രഖ്യാപിക്കണം എന്ന അവസാനം. അങ്ങനെ പ്രഖ്യാപിക്കണം. പടച്ച തമ്പുരാൻ ഒരു കാര്യം ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചാൽ അതപ്പോൾ തന്നെ ഉണ്ടാകുമെന്ന് 82-ാം വചനത്തിലും അവസാന ആയത്തായ 83-ാമത്തെ ആയത്തിൽ ഇതെല്ലാം വിശുദ്ധ ഖുർആൻ പഠനം നടത്തുന്ന മനുഷ്യർ, വിശുദ്ധ ഖുർആനിലെ ഖൽബുൽ ഖുർആൻ എന്ന യാസീൻ വായിച്ച് പഠിക്കുന്ന മനുഷ്യൻ, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ആർക്കും പ്രഖ്യാപിക്കേണ്ട ഒരു പ്രയോഗം, ആരും പ്രഖ്യാപിച്ചു പോകുന്ന ഒരു പദപ്രയോഗം, ഒരു പ്രഖ്യാപനം. അതെന്താ? ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇ ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇ ഫസുബ്ഹാൻ. എത്രയോ പരിശുദ്ധൻ തന്നെ കേട്ടോ, എത്രയോ പരിശുദ്ധൻ തന്നെ കേട്ടോ. ആര്? അല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇ. ഈ എല്ലാറ്റിൻ്റെയും ഉടമസ്ഥത ആരുടെ കയ്യിലാണോ അവൻ തന്നെ എല്ലാറ്റിനും അർഹൻ, എല്ലാ സ്തുതിക്കും അർഹൻ, ആരാധനക്കർഹൻ. അത് മറ്റാർക്കും നൽകാൻ കഴിയില്ല. എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയില്ല. ഒരു നെഞ്ചുവേദന വന്നാൽ കാല് വേച്ചുകുത്തി താഴേക്ക് വീണ് എവിടെയെങ്കിലും തട്ടി ഛർദിച്ചു, അതോടുകൂടെ നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടു, പിടുത്തം വിട്ടു. അവസാനം ഡോക്ടർ പറയുന്നത്, നിങ്ങൾക്ക് ദൈവവിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പറഞ്ഞോളൂ എന്നാ. നമ്മൾ ഭയപ്പെടല്ലേ? നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? ഗ്യാസ്, കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ, നമുക്ക് നമ്മെ നിയന്ത്രിക്കാൻ കഴിയില്ല. എങ്കിൽ ഈ ശരീരത്തിൻ്റെ ആന്തരബാഹ്യ അവയവങ്ങളും അവയുടെ അത്ഭുതകരങ്ങളായ പ്രവർത്തനങ്ങളെക്കുറിച്ചും ചിന്തിക്കണമെന്നാണ് വിശുദ്ധ ഖുർആനും നാം ഇപ്പോൾ പഠിച്ചു തീർത്തിട്ടുള്ള ഉണ്ടെങ്കിൽ സൂറത്തു യാസീനും. സഹോദരങ്ങളെ, സഹോദരികളെ, വിശുദ്ധ ഖുർആനിനെ അവിധം പഠനം നടത്തുമ്പോൾ, അഥവാ ഖുർആൻ പഠനം എങ്ങനെയായിരിക്കണം, എന്തിനായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്ന 8-ാം അധ്യായത്തിലെ 2-ാമത്തെ വചനം കൂടെ ഓർമ്മപ്പെടുത്തി ഖുർആനുമായി ബന്ധപ്പെട്ട ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കാം. അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ ഹൃദയത്തിന് നടുക്കമുണ്ടാകും. വജിലത് ഖുലൂബുഹും. ഇനിയോ وَإِذَا تُلِيَتْ عَلَيْهِمْ آيَاتُهُ زَادَتْهُمْ إِيمَانًا. ഖുർആനിലെ ആയത്തുകൾ കേൾപ്പിക്കപ്പെടുമ്പോൾ അത് അവർക്ക് ഈമാനിന് വർധനമുണ്ടാക്കും. وَعَلَى رَبِّهِمْ يَتَوَكَّلُونَ. അവർ അവരുടെ രക്ഷിതാവിങ്കൽ ഭരമേൽപ്പിക്കുകയും ചെയ്യും. അതിനു വേണ്ടിയായിരിക്കണം വിശുദ്ധ ഖുർആനിൻ്റെ പഠനം. ഞാൻ യാസീൻ പഠിച്ചു, ഞാൻ നാസ് പഠിച്ചു, ഞാൻ ഫാത്തിഹ പഠിച്ചു എന്ന് പറയുന്നതിലപ്പുറം എൻ്റെ ജീവിതത്തിൽ യാസീനുണ്ട്, ഫാത്തിഹയുണ്ട്, നാസുണ്ട് എന്ന് പറയാൻ, സൂറത്തുൽ അഹദ് അഥവാ സൂറത്തുൽ ഇഖ്ലാസ് ഉണ്ട് എന്ന് പറയാൻ കഴിയണം. അവിടേക്ക് എത്താൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, മൻ ഖറഅ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന. വിശുദ്ധ ഖുർആനിൽ നിന്ന് ആരെങ്കിലും പാരായണം ചെയ്താൽ അവന് അതൊരു നന്മയായിരിക്കും. വൽ ഹസനത്തു, ഒരു ഹസനത്ത്, നന്മ, ബിഅശ്രി അംസാലിഹ, 10 നന്മയായി മനസ്സിലാക്കണം. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ്. അലിഫ് ലാം മീം എന്നത് ഒരു ഹർഫാണെന്ന് ഞാൻ പറയുന്നില്ല, പ്രവാചകൻ വിശദീകരിക്കുകയാണ്. അലിഫ് ഹർഫുൻ, അലിഫ് എന്നത് ഒരു ഹർഫാണ്, അക്ഷരമാണ്. ലാം ഹർഫുൻ, ലാം ഒരക്ഷരമാണ്. മീം ഹർഫുൻ, മീം ഒരക്ഷരമാണ്. എന്നിട്ട് ഓരോന്നിനും പ്രതിഫലമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ പാരായണം അതിശ്രേഷ്ഠകരമാണ്, ഏറെ പ്രതിഫലാർഹമായ ഗ്രന്ഥമാണ്, പാരായണമാണ് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിനുള്ളത് എന്ന് മനസ്സിലാക്കണം. പക്ഷേ കേവലം പാരായണമായി പോകരുത്. കലർപ്പില്ലാതെയായിരിക്കണം വായന, പതറാതെയായിരിക്കണം വായന. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. വിശുദ്ധ ഖുർആൻ പാരായണത്തെ സംബന്ധിച്ച് ഖുർആൻ സൂറത്ത് മുസമ്മിലിലെ സൂചിപ്പിച്ച വചനം, ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല. നീ ഒരുപാട് ഓതിക്കോ,
വറത്തിലിൽ ഖുർആന തർത്തീല. അത് സാവകാശക്രമത്തിലായിരിക്കണം പാരായണം ചെയ്യേണ്ടത് എന്ന്. അതിനൊരു സാവകാശക്രമമുണ്ട്. സാവകാശക്രമത്തിലായിരിക്കണം നീ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. അത് ഓടി തീർക്കുകയല്ല വേണ്ടത് എന്ന്. വിശുദ്ധ ഖുർആൻ പാരായണം ഇതര ഗ്രന്ഥ വായനകളിൽ നിന്ന്, പുസ്തക വായനകളിൽ നിന്ന് വ്യത്യസ്തമാണ്. പ്രവാചകൻ അതിനോട് ചേർത്ത് പറഞ്ഞു, സയ്യിനുൽ ഖുർആന ബി അസ്വാതിക്കും. നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ നിങ്ങളുടെ ശബ്ദങ്ങൾ കൊണ്ട് മാറ്റുകൂട്ടണം, ഭംഗിയാക്കണം എന്ന്. നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ ശബ്ദങ്ങൾ കൊണ്ട് ഭംഗിയാക്കണം എന്ന്. ഞാൻ എപ്പോഴും വിശദീകരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമായിരിക്കും. വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ഏറ്റവും നല്ല ശബ്ദം ഉപയോഗിക്കണം. നാം സംസാരിക്കുമ്പോഴുള്ള ശബ്ദമല്ല, പാടുമ്പോൾ, നാം കുട്ടിയോട് പറയുമ്പോഴുള്ള ശബ്ദമല്ല, മുതിർന്നവരോട് സംസാരിക്കുമ്പോഴുള്ള ശബ്ദം, ദേഷ്യപ്പെട്ട് പറയുമ്പോഴുള്ള ശബ്ദമല്ല, സന്തോഷത്തോടെ പറയുമ്പോൾ, സങ്കടത്തോടെ പറയുമ്പോഴും വേറെ ശബ്ദമാണ്. ഇണയോട് സംസാരിക്കുമ്പോഴുള്ള ശബ്ദമല്ല, സഹപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴുള്ള ശബ്ദം. എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ശബ്ദങ്ങളുണ്ടെന്ന് ബോധ്യപ്പെടണം. അതിലേറ്റവും നല്ല ശബ്ദം ഉപയോഗിച്ച് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. എന്താണ് ഖുർആനിനോട് കാണിക്കുന്ന ആ ഭക്തിയും ഭവ്യതയും ആദരവും നോക്ക് നിങ്ങൾ. അതിങ്ങനെ വായിച്ച് തീർത്ത് ലക്ഷ്യമില്ലാതെ എന്തെങ്കിലും ചൊല്ലി തീർത്ത് പോയാൽ പോരാ. നമ്മുടെ യാസീനോത്തൊക്കെ എങ്ങനെ ആയിരുന്നു എന്നൊന്ന് പരിശോധിക്കണം. തജ്വീദ് പഠിക്കുന്ന ആളുകൾ പറയുന്ന ഒരു വർത്താനുണ്ട്, ഇപ്പോൾ വേഗത്തിൽ ഇപ്പോൾ കുറച്ചേ ഓതാനാവുന്നുള്ളൂ എന്ന്. ആദ്യത്തെ അത്രയൊന്നും ഇപ്പോൾ ഓതാൻ കഴിയുന്നില്ല എന്ന്, തജ്വീദ് പഠിച്ചതിന് ശേഷേ. അഥവാ ഓതാൻ ബുദ്ധിമുട്ടാവുമല്ല, ഇങ്ങനെയാ ഓതേണ്ടതെന്ന് ഇപ്പോഴാ പഠിച്ചതെന്ന്. വളരെ സാവകാശക്രമത്തിൽ അതിന് പാലിക്കപ്പെടേണ്ട ചില നിയമഭാഗങ്ങളൊക്കെ പാലിക്കപ്പെട്ടുകൊണ്ട് മാത്രം വേണം പാരായണം ചെയ്യാൻ. അതിപ്രധാനമായ ഒരു ഭാഗം അക്ഷരം കൃത്യമായിരിക്കണം എന്നതാണ്. അക്ഷരസ്ഫുടത ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ആമുഖമായി നാം ഖുർആൻ അവതരിച്ച ഭാഷയെക്കുറിച്ച് പറഞ്ഞത് വക്രതയില്ലാത്ത ഭാഷ എന്നാ. വക്രതയില്ലെങ്കിലേ കാലാധിപർത്തിയായി നിലനിൽക്കൂ. അതുകൊണ്ടാണ് വക്രതയില്ലാത്ത ഭാഷയിൽ അവതരിപ്പിച്ചത്. പക്ഷേ ആ ആശയതലം ചെവിക്കൊടുക്കാതെ അക്ഷരങ്ങൾ തെറ്റിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്താൽ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് ഇമാം സഹാവി വിശദീകരിക്കുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ അക്ഷരങ്ങളെ തെറ്റിച്ചാൽ സ്വീകരിക്കപ്പെടുകയില്ല എന്ന്. ഫലാ യുഖ്ബലു ലിഖുറൂജിഹി അനി ശുഹ്റത്തിൽ അറബിയ്യ. അറബി ചുവയിൽ നിന്ന് പുറത്തു കടന്നു പോയാൽ പോലും സ്വീകരിക്കപ്പെടുകയില്ല. വഖദ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, ലി ഉബൈ റളിയല്ലാഹു അൻഹുവിനോട്, വഹുവ യുഖ്രിഉൽ റജുലൻ, മറ്റൊരാൾ ഓദിപ്പിക്കുകയായിരുന്നു. ഖവ്വിം ലിസാനഹു, ഉബയ്യേ അയാളുടെ നാവിനെ ആദ്യം നീ ശരിപ്പെടുത്തണം, ഭാഷ ശരിപ്പെടുത്തണം. സുമ്മ അല്ലിംഹുൽ ഖുർആൻ, എന്നിട്ട് ഖുർആനിനെ പഠിപ്പിച്ചു കൊടുക്ക്. ഫഇന്നക മഅജൂർ, എങ്കിൽ നിനക്കേറെ പ്രതിഫലമുണ്ടാകും. അല്ലദീ അൻസലഹു ലം യൽഹൻ ഫീഹി, അത് അവതരിപ്പിച്ചവൻ അഥവാ പടച്ച റബ്ബ് അതിൽ തെറ്റുവരുത്തിയിട്ടില്ല. വലല്ലദീ നസല ബിഹി, അത് അവതരിപ്പിച്ചവൻ അഥവാ ആരാണ് ജിബ്രീൽ അലൈഹിസ്സലാം അത് തെറ്റിച്ചിട്ടില്ല. വലല്ലദീ നുസില അലൈഹി, ആരുടെ മേലാണോ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് അദ്ദേഹവും തെറ്റിച്ചിട്ടില്ല. വഇന്നഹു ഖുർആനുൻ അറബി, അഥവാ ഈ വിശുദ്ധ ഖുർആൻ അറബിയിലാണ്. അതുകൊണ്ട് അത് ഓതേണ്ടതും അറബിയിലാണ്. അത് ഓതേണ്ടതും അറബിയിലാണ്. അപ്പം നമുക്ക് പലർക്കും ഒരു സംശയം, പിന്നെ അറബിയിലല്ലാതെ ഖുർആൻ ഓതും, ആരോ മലയാളത്തിൽ ഓതുമെന്ന്. നിങ്ങൾ പരിശോധിക്കണം, അറബി അക്ഷരങ്ങൾ എത്ര ഉണ്ട്? 28. അലിഫും ഹംസയും ഒന്നായിട്ട് എണ്ണുമ്പോൾ 28 അക്ഷരമുണ്ട്. ഈ 28 അക്ഷരത്തിൽ മലയാളത്തിൽ സമാനമായ അക്ഷരങ്ങൾ വളരെ ചുരുക്കമേയുള്ളൂ. 10-11 അക്ഷരങ്ങൾക്ക് മലയാളത്തിൽ സമാനമായ ശബ്ദമുള്ളൂ. റാ എന്ന അറബിയിലില്ല. റാ എന്ന അക്ഷരമേ അറബിയിലില്ല. അതുകൊണ്ട് നിങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മലയാളത്തിൽ ഓതല്ലേ, അത് അറബിയിൽ ഓതണം. എങ്ങനെയാ അത് അറബിയിൽ ഓതുക? ഇപ്പോഴും ചിലർക്കൊരു സംശയം, പടച്ചോനെ അത് അറബി അല്ലേ എന്ന്. അല്ല, അത് അറബി. റാ എന്ന് പറഞ്ഞ അക്ഷരം അറബിയിലില്ല. പിന്നെ എങ്ങനെ ഓതണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റ എന്നല്ല, മലയാളത്തിലെ, ഞാനൊരു എളുപ്പവഴിയാണ് പറയുന്നത്, മലയാളത്തിലെ റ, മലയാളത്തിലെ ഴ, മഴ എന്ന ഴ, തറ എന്ന റ,
ഇത് രണ്ടും കൂടെ കുഴച്ചെടുത്ത മിശ്രമാക്കിയ ഒന്നാണ് അറബിയിലെ റ. നിങ്ങൾക്ക് മനസ്സിലായോ? അതാണ് റ അല്ല, ഴ അല്ല, അർ-റഹ്മാൻ ഇർ-റഹീം അല്ല, അർ-റഹ്മാൻ ഇർ-റഹീം അല്ല. ഇതിനിടയ്ക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. അർ-റഹ്മാൻ ഇർ-റഹീം. ഇതാണ്. അക്ഷരം തെറ്റിപ്പോയാൽ ഉണ്ടാകുന്ന കുഴപ്പം എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആനിലൊരു വചനമുണ്ട്, അള്ളാഹുവിൻ്റെ അടുക്കൽ സുരക്ഷിതരായി എത്തുന്ന, അള്ളാഹിൻ്റെ അടുത്തെത്തിയാൽ രക്ഷപ്പെടുന്ന ആളുകൾ ആരാന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വചനമുണ്ട്. ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. രക്ഷപ്പെടുന്നവർ അള്ളാഹുവിൻ്റെ അടുക്കൽ അന്യൂനമായ ഹൃദയവുമായി വരുന്നവരത്രേ എന്ന്. അന്യൂനമായ ഹൃദയം എന്നതിന് കൊടുത്ത പദപ്രയോഗം ഖൽബ് എന്ന പദമാണ്. ശ്രദ്ധയില്ലാതെ, അശ്രദ്ധരായിക്കൊണ്ട്, അക്ഷരസ്ഫുടതയില്ലാതെ ഇല്ലാമൻ അതല്ലാഹ ബിഖൽബിൻ സലീം എന്നെത്ര ഈണത്തിൽ ഓതിയാലും അത് ഖുർആനായി പരിഗണിക്കപ്പെടുകയില്ല. കാരണം ആ തെറ്റിച്ചോദിയ വചനത്തിൻ്റെ അർത്ഥം എന്തെന്നല്ലേ? ഇല്ലാമൻ അതല്ലാഹ ബിഖൽബിൻ സലീം. ഗുഡ്ഷപ്പേഡ് നായയെയുമായി, ആൾസേഷ്യൻ നായയെയുമായി അള്ളാഹിൻ്റെ അടുക്കൽ ചൊല്ലുന്നവനാ രക്ഷപ്പെടുന്നതെന്ന്. അള്ളാഹ്ക്ക് നായിനെ പേടിയായിട്ടാ? ആയത്തിലെ ഖൽബ് എന്ന അക്ഷരം കൽബ് എന്ന് തെറ്റിച്ചതായി കുഴപ്പം. അത് കുഴപ്പാന്നാ നമ്മൾ തന്നെ പറയുന്നത് അല്ലേ? അക്ഷരം തെറ്റിക്കരുത്, അത് കുഴപ്പാവുന്നു. അവിടെയും നമുക്ക് കുഴപ്പാ. അക്ഷരം തെറ്റിപ്പോകരുത്, അത് കുഴപ്പമാണ്. ഇല്ലാമൻ അതല്ലാഹ ബിഖൽബിൻ സലീം. എങ്ങനെയാ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ആദ്യം എന്താ ചൊല്ലുക? ബിസ്മിയുടെ മുമ്പ് എന്താ ചൊല്ലുക? നിങ്ങളൊന്ന് പറയാം, എന്താ ചൊല്ലുക? എന്താ ചൊല്ലുക? നിങ്ങളൊരു മാസ് സദസ്സിൻ്റെ മുമ്പിൽ ചിലത് പറയുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞാൻ 1 മണിക്കൂറിലധികം, 1.25 മണിക്കൂറായി. പെട്ടെന്ന് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ചില ആളുകൾ, നിങ്ങൾ നോക്കിക്കോ, ഔദു ഖുർആനിൽ 4-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലുള്ള കുട്ടീനോട് വിരൽ വെച്ച് ഓതണം തന്നെ ഓൻ ഇങ്ങനെ ഓതും. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നിങ്ങൾ കണ്ടിട്ടുണ്ട്? എവിടെയെന്ന് വെച്ചാൽ ഒന്നുകൂടി ഇങ്ങനെ കൈ വെക്കൂ. എവിടെ കൈ വെക്കുക? എവിടെ വിരൽ വെക്കല? ഔദുന് സൂറത്തിൻ്റെ പേര് എഴുതിയ കനത്തിൽ എഴുതി അവിടെ ഇങ്ങനെ കഴിയുക. ഔദു അങ്ങനെ ഖുർആനിൽ ബിസ്മി എഴുതിയ പോലെ എഴുതിയിട്ടില്ല. പക്ഷേ ഈ സാധു ഇങ്ങനെ വെച്ചോതു. അഥവാ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, ഔദു ഇവർ കണ്ടിട്ടില്ല, നാം പലരും നോക്കി ഓതി പഠിച്ചില്ല ഔദു. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും ഔദു ഓതൽ എങ്ങനെയാണെന്നറിയോ? ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വമ്പൻ അബദ്ധമാ സംഭവിച്ചത്. ഇപ്പോഴും ചിലർ ആലോചിക്കുക അവിടെ എന്താ തെറ്റിയെന്ന്. വലിയൊരു തെറ്റുണ്ട്. ഔദു ബില്ലാഹി. എന്താ തെറ്റ്? ഒരാൾ ഉറക്കെ വിളിച്ചു പറയൂ, എന്താ തെറ്റ്? ഒന്നുകൂടി കേൾക്കണം. ഔദു ബില്ലാഹി. എന്താ തെറ്റ്? ഏതക്ഷരം തെറ്റിപ്പോയത്? മൂന്നാമത്തെ വാവ് കഴിഞ്ഞിട്ട് ദാല് ഔദു എന്ന് ഓതണ്ട. എന്താ ഔദു ബില്ലാഹി എന്നതിൻ്റെ അർത്ഥം? ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ശരിയായി ഓതിയാൽ എന്താ അർത്ഥം കിട്ടുക? ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു എന്നാണ് ഔദു. എന്നാൽ ആ പുള്ളി അങ്ങ് നഷ്ടപ്പെട്ട് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരാന്നറിയോ? ഈ പിശാചിനെയും കൊണ്ട് ഞാൻ ഇടങ്ങാറായി, പടച്ചോനെ കൊണ്ടുവന്നിട്ടും നടക്കുന്നില്ല, ഇനി പടച്ചോനെയും കൊണ്ട് ഞാൻ പോവുക എന്നാ. ഔദു ബില്ലാഹി എന്ന് പറഞ്ഞാൽ ആദ യൗദു, ഔദു ഞാൻ മടങ്ങി പോവുകയാണ്, ഇവിടെ ഇനി നിൽക്കാനാവൂല, ശൈത്താൻ്റെ ഇടയിൽ ഇനി പടച്ചോനുണ്ടായിട്ടും കാര്യമില്ല, ഞാനും പടച്ചോനും കൂടി അങ്ങ് പോവുക എന്ന്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എത്ര വലിയ അബദ്ധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എത്ര വലിയ അബദ്ധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിക്കുക. ഒരുപാട് അർത്ഥവ്യത്യാസങ്ങൾ. സഹോദരങ്ങളെ ആലോചിക്കുക. അക്ഷരങ്ങൾ, അക്ഷരസ്ഫുടതയും ഒഴുക്കും അർത്ഥബോധവും ശബ്ദവും ഈണവും ചേർന്ന് വരുമ്പോൾ നമ്പർ 1 പാരായണമാകും, ആസ്വദിക്കാൻ കഴിയും. ആയത്ത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക കൂടെ ആകുമ്പോൾ ഇഹത്തിലെയും പരത്തിലെയും ജീവിതം ഏറെ ആസ്വദിക്കാനും കഴിയും. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകൾ പ്രധാനമായും 6 കാര്യങ്ങളെ തങ്ങളുടെ ജീവിതവുമായി ചേർത്ത് വെക്കണം. 1 തിലാവ, അതിൻ്റെ പാരായണം കൃത്യമായിരിക്കണം. 2 ഫഹ്മുൽ മആനി,
ആശയതലം ഓർത്തു വെക്കണം. 3 അദ്ദിക്റു അൻഹു വതഫക്കുർ ഫീഹി, ആ ഓതുന്ന വചനങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. 4 അൽ അമലു ബിഹി, അതനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകണം. 5 അൽ ഹിഫ്ളു മിൻഹു, അതിൽ നിന്ന് ആവുന്നത്രയും മനഃപ്പാഠമാക്കാൻ ശ്രദ്ധിക്കണം. 6 അൻ നശ്റു ബിഹി, അത് സമൂഹത്തിൽ എല്ലാ ആളുകളിലേക്കും എത്തിക്കുവാൻ പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കണം. അവിടെയാണ് നാം പറഞ്ഞു വരുന്ന തജ്വീദ് അഥവാ തിലാവത്ത് എങ്ങനെയായിരിക്കണം എന്ന അല്പസമയം കൂടെ. അക്ഷരങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ അക്ഷരങ്ങൾ പ്രധാനമായി 2 തരത്തിലുണ്ട് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. 2 തരത്തിലുണ്ട് അക്ഷരങ്ങൾ. ഇപ്പം നമ്മൾ അ ബ ത സ എന്ന് പറഞ്ഞു പോകുമ്പോൾ നാം എല്ലാം ഒരേ ശൈലിയിലാണ് പറഞ്ഞു പോവുക. ഒരു ഉദാഹരണം പറയാം. ലാം എന്ന അക്ഷരത്തിന് ഫതഹ് ഇടുന്ന സമയത്ത് എന്താ പറയുക എന്നാ കുട്ടിയെ പഠിപ്പിച്ചത്? ലാമിന് ഫതഹ് ഇട്ടാൽ എന്താ വായിക്കുക പറഞ്ഞോളൂ. ല എന്ന് പറയും. ലാമിന് ഫതഹ് ഇട്ടാൽ ല എന്ന് പറയും. എങ്കിൽ ആ ഉസ്താദ് കുട്ടി സൂറത്തുൽ ലൈല് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലൈലി ഇദാ യഗ്ശാ ഓതിയാൽ ആ ഉസ്താദ് എന്താ ചെയ്യുക? എന്താടാ വല്ലൈലി എന്ന് ഓതുന്നതെന്ന് വെച്ച് ചീത്ത പറയും അല്ലേ? അപ്പോഴാ കുട്ടി പക്വതയുള്ള കുട്ടിയാണെങ്കിൽ കുട്ടി ഇന്ന് ചോദിക്കുക, ഉസ്താദല്ലേ ലാമിന് ഫതഹ് ഇട്ടാൽ ലാ എന്നാ വായിക്കാന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ വല്ലൈലി എന്ന് ഓതിയെന്ന് പറഞ്ഞാൽ ഉസ്താദിനൊന്നും മിണ്ടാണ്ടാവില്ല. യഥാർത്ഥത്തിൽ ലാമിന് ഫതഹ് ഇട്ടാൽ ലാ നല്ല വായിക്കുക. അത് മലയാളത്തിലല്ല എന്നാ, മല വല എന്നൊക്കെ പറയുന്ന ലാ. പക്ഷെ അറബിയിൽ അതിനല്പം ഒരു ചരിവുണ്ട്. അതാണ് സൂറത്തുൽ ലൈൽ ഓതുന്ന സമയത്ത് വല്ലൈലി, ആരെങ്കിലും വല്ലൈലി ഇല്ല, അങ്ങനെ ആരും ഓതുന്നില്ല. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇല്ല, വന്നഹാരി വന്നജ്മി, നാജ്മി എന്നില്ല, നജ്മി. നമ്മൾ ആരെങ്കിലും യസ് എന്ന് പറയോ? യസ് യസ് എന്ന് പറയില്ല, യസ് എന്ന് പറയാം. ആ ഒരു അല്പ ചരിവ്. എന്നാൽ ചിലർക്ക് ചില രാജ്യങ്ങളിലുണ്ട് യെ ലേ ലേ വൽദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക എന്ന ഒരു ചരിവ്. അത് ചില രാജ്യത്തിൻ്റെ സംസാരത്തിൻ്റെ ശൈലിയുടെ വ്യത്യാസമാണ്. യഥാർത്ഥത്തിൽ അറബി ചുവ എന്നത് അല്പം ചരിവാണ്. ഞാൻ 3 രീതി പറയാം. അതിൽ രണ്ടാമത് പറയുന്നതായിരിക്കും ശരിയായ രീതി. അ എന്ന അക്ഷരം പറയാം. അ എ. രണ്ടാമത് പറഞ്ഞ ഏതാ? അതാണ് ശരി. അ എന്നത് തെറ്റ്, എ എന്നതും ശരിയല്ല. ഏറ്റവും ശരിയായ റൂട്ട് അല്ലാഹു അല്ലാഹു, അഥവാ ഹംസ തുടങ്ങി യാ വരെ 28 അക്ഷരങ്ങൾ ഫത്ഹിട്ട് പറയുന്ന സമയത്ത് 20 അക്ഷരങ്ങൾ അല്പചരിവോടുകൂടെയും 8 അക്ഷരങ്ങൾ ഗൗരവത്തിൽ വായി നിറച്ച് സ്വരഭാരത്തോടുകൂടെയും ഉച്ചരിക്കണം എന്നതാണ് എളുപ്പമായി ബോധ്യപ്പെടുത്താവുന്ന ഒരു മാർഗം. ഒന്നുകൂടെ പറഞ്ഞാൽ, നിങ്ങൾ ഒരുപക്ഷെ ക്ലിപ്പിലൂടെ കണ്ടിട്ടുള്ള ആ ഒരു രീതി തന്നെ ഏറ്റവും ലളിതമായ രീതി. 20 അക്ഷരങ്ങൾ ഫത്ഹിട്ട് ഉച്ചരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ഉച്ചരിക്കാം, ശീലിക്കാം. 8 അക്ഷരങ്ങൾ ചിരിക്കാതെ ഗൗരവത്തിൽ വായി നിറച്ചുച്ചരിക്കാം. നിങ്ങളൊന്ന് ഉച്ചരിച്ച് നോക്കുമോ? അങ്ങനെ നമുക്ക് വേഗം അവസാനിപ്പിക്കാം. ഉച്ചരിക്കാം. എങ്കിൽ നിങ്ങൾക്ക് അല്പം മുഷിപ്പുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുകയാവാം. തുടങ്ങാം. ഓക്കെ, എല്ലാവരും റെഡിയാണോ? ഒന്ന് നേരെ ഇരുന്നാട്ടെ. എന്നാൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ആൾ ഉറങ്ങുന്നത് നോക്കി. നിങ്ങൾ ഉറങ്ങുന്നില്ല. അപ്പോൾ എല്ലാവരും തല തിരിച്ചു, ആരും ഉറങ്ങണില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഓക്കെ, പറഞ്ഞു നോക്കാം നമുക്കല്ലേ. ചിരിച്ചുകൊണ്ട് പറയട്ടോ. എന്നെ നോക്കിയാൽ മതി. ഞാൻ ചിരിക്കുമ്പോൾ നിങ്ങൾ ചിരിക്കുക. ബ ത സ ജ ഹ. അടുത്തത് ചിരിക്കാതെ ഗൗരവത്തിൽ വായി നിറച്ച് സ്വരഭാരത്തോടെ മുഫഹം, ഹെവി ലെറ്റർ ഹ ഹ. പിന്നെ ദ ദ റ സ സ ശ സ ദ ത ള ഴ ഗ ഫ ഖ. ചിരിക്കുക ഗൗരവം, ചിരിക്കുക ഗൗരവം, ഇങ്ങനെ പോരണം. പിന്നെ ഒക്കെ എല്ലാം ഒരേപോലെ. ക ല മ ന ഹ വ യ. ഇനി ഈ അക്ഷരങ്ങൾക്ക് അലിഫ് കൂടെ നൽകിയാൽ എത്ര കൃത്യമായി പഠിക്കാമെന്നറിയോ? അത്
തജ്വീദ് പഠിക്കാൻ ഭയങ്കര പ്രയാസമാണോ അല്ലേ? ആ, ചില ആൾക്കാർ അങ്ങനെ പറയാം. അതെനി വയസ്സാം കാലത്തൊന്നും പഠിച്ചിട്ടാവില്ല. ഇന്ന് എന്നോടൊരാൾ ആ വിഷയം പറഞ്ഞു. അതൊക്കെ ഇങ്ങനെ കേൾക്കലൊക്കെ ഉണ്ട്, പക്ഷേ ഇനിയിപ്പോൾ നമ്മളെന്താക്കാനാ, പഠിക്കാനൊന്നും ആവില്ല. കേൾക്കാൻ വലിയ ഇഷ്ടമാണെന്ന്. ആർക്കും പഠിക്കാവുന്നതാണ്. നമ്മൾ മറ്റൊരുപാട് കാര്യങ്ങൾ പഠിച്ചു പോരുന്നവരാ. ഇതും പഠിക്കാൻ കഴിയും. അള്ളാൻ്റെ കലാം എങ്ങനെ ഓതണമെന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ കൂലി എത്ര ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിൻ്റെ കലാം, അതിൻ്റെ ശബ്ദം നമ്മൾ പുറത്തേക്ക് ഇടുക അല്ലേ? അള്ളാഹിൻ്റെ കലാം എഴുതി വെച്ചതിൻ്റെ ശബ്ദം നമ്മളിൽ നിന്നാണ് പോകുന്നത്. അത് വികൃതമാകാൻ പാടില്ല. അത് ഭംഗിയായി തന്നെ പറയും. ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ്റെ വാക്കുകളാ ശബ്ദം നാം നൽകുന്നത്. അതുകൊണ്ട് അത് വളരെ മാന്യമായ ശബ്ദമായിരിക്കണം. അലിഫിട്ട് കൊടുത്തു നോക്കുക ഇതെല്ലാം. അപ്പോൾ ഈ അക്ഷരത്തിൻ്റെ സ്വഭാവം പോലെ തന്നെ അലിഫിൻ്റെ സ്വഭാവവും മാറും. ചിരിച്ചുകൊണ്ട് 20 എണ്ണം നീട്ടി പറയാം, ഗൗരവത്തിൽ 8 എണ്ണം പറയാം. ബ ത സ ജ ഹ ഹ. ഒന്നുകൂടെ എൻ്റെ മുമ്പത്ത് ഹ ഹ. രണ്ടും കൂടെ പറഞ്ഞു നോക്കട്ടെ. ഹ ഹ ഹ ഹ ഹ ഹ. അതൊരു 4 എണ്ണം പറഞ്ഞു നോക്കാം. ഹ ഹ ഹ ഹ. ഇങ്ങനെ അക്ഷരം പഠിക്കാൻ പറ്റൂലേ? 8 അക്ഷരം അങ്ങനെ ഓർത്ത് വെക്കേണ്ടതുള്ളൂ. ദ ദ റോ സ സ ശ സോ ദോ. ഈ അക്ഷരം നമ്മൾ ലേശം പഠിക്കേണ്ട അക്ഷര. മലയാളികൾക്കും കശ്മീരിയക്കുമാണ് അറിഞ്ഞൂടാത്ത ഈ അക്ഷരം. ദോ ലോ, അതിന് മുമ്പ് തോ ലോ അ, ചിരിക്കുക അ ഗോ ഫ ഖോ ക ല മ ന ഹ വ യ أبت سجح خا دذ رز سشصا ضطلع غفقا كلامنا هوايا. ദീർഘം ഒരേ ദീർഘമാണ്. സാധാരണ ദീർഘം 2 ഹറക്കത്തിൻ്റെ ദീർഘം ഹറക്കത്താൻ. അതേപോലെ ഈ 8 അക്ഷരങ്ങളുടെ അലിഫ് ഹെവി അലിഫാണ്, സ്വരഭാരമുള്ളതാണ്. ഒന്നുകൂടെ നോക്കൂ നിങ്ങൾ. أبت سجح خا دذ رز سشصا ضطلع غفقا كلامنا هوايا. അവസാനത്തെ ലൈൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അതെന്താ കാരണം അറിയോ? അതെല്ലാം ലൈറ്റ് ലെറ്റേഴ്സാ. കലമന ഹവായ എന്നുച്ചരിക്കാം. അപ്പോൾ അതിപ്രധാനമായ ഒരു കാര്യം, അക്ഷരം പഠിക്കുന്ന 1ാം ക്ലാസ് മുതൽ പഠിക്കേണ്ട തജ്വീദ. പക്ഷേ നമ്മളിപ്പോഴും 65 വയസ്സായപ്പോഴും ഇതെങ്ങനെയാ ഓതേണ്ടത്, ഈ അക്ഷരം എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മളെ പഠിപ്പിച്ചതോ മഹാരിജുൽ ഹുറൂഫ് എവിടുന്ന് വരണം, 2 വശം, നാവിൻ്റെ 2 വശം, ആ വശത്തെ അണപ്പല്ലുകളോട് ചേർത്ത് വെച്ച് ഉച്ചരിക്കുമ്പോൾ കിട്ടുന്ന ശബ്ദമാണ് ദ. ഇപ്പോഴും ദ ഉച്ചരിക്കാൻ അറിയില്ല. നമ്മൾ അതിങ്ങനെ ചൊല്ലി പഠിച്ചു. ഇത് കേട്ട് പഠിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ദേശീയ ഗാനം പഠിച്ച പോലെ ഫാത്തിഹ പഠിച്ചത്, ആയത്തുൽ കുർസി പഠിച്ചത്, ആമന റസൂൽ കാണാതെ ഓതിയത്, ഇതൊക്കെ ദേശീയ ഗാനം എല്ലാ പുസ്തകത്തിൻ്റെ 2ാമത്തെ പേജിലാണ് എന്നാണ് എൻ്റെ ചിന്ത. എല്ലാ മലയാളം, ഇംഗ്ലീഷ്, കണക്ക്, ഹിന്ദി, ഉറുദു, സംസ്കൃതം, എല്ലാ പുസ്തകത്തിൻ്റെയും 2ാമത്തെ പേജിലെങ്ങാണ്ട് ദേശീയഗാനുണ്ട്. പക്ഷേ ഇന്ന് വരെ അള്ളാൻ്റെ ദുനിയാവിൽ ഒരു വിദ്യാർത്ഥിയും ദേശീയഗാനം നോക്കി ചൊല്ലി പഠിച്ചിട്ടില്ല. അതുകൊണ്ട് 5ാം ക്ലാസ്സിലെത്തി യാദൃശ്ചികമായി ദേശീയഗാനം ചെല്ലേണ്ടി എന്ന് ടീച്ചർ വിളിച്ചപ്പോൾ 4 ആളും കൂടി കോർത്ത് കയ്യും പിടിച്ചിട്ട് പോയിട്ട് ചെല്ലിയെന്താ ഓച്ചല ജലജിതരംഗാന്ന്. എന്നിട്ട് സന്തോഷത്തോടെ തിരിച്ചു വന്ന് ടീച്ചറും പറഞ്ഞു ഉസാറായിന്ന്. ഇതുണ്ടായത് അല്ലേ? അതൊന്ന് വായിച്ചു നോക്കിയാൽ ഉച്ഛല ജലധി തരംഗ എന്നാണെന്ന് മനസ്സിലാകും. ഫാത്തിഹ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴോ സിറാത്തല്ലദീന അന്നംത അലൈഹിം എന്നിപ്പോഴോ ഒന്നും അതാ നോക്കി പഠിച്ചിട്ടില്ല. ഫാത്തിഹ ഔദു പോലെ നോക്കിയിട്ട് ഫാത്തിഹ പഠിച്ച് എത്ര ആൾക്കാരുണ്ടാവും എന്ന് ചോദിച്ചാൽ അപ്പോൾ കൈ ഒന്നിക്കാൻ സത്യം പറഞ്ഞ ധൈര്യം പല ആൾക്കാർക്കും ഉണ്ടാവില്ല. നോക്കിയിട്ട് പഠിച്ചവർ എത്ര ഉണ്ടാവും എന്ന് ചോദിച്ചാൽ അങ്ങനെ നോക്കണം. എല്ലാ ആയത്തും ഒന്ന് അക്ഷരം വെച്ച് നോക്കൂ. ഞാൻ അവസാനിപ്പിക്കാം. അങ്ങനെ അക്ഷരങ്ങൾ നൽകുമ്പോൾ ഹംസയെ പരിചയപ്പെടാൻ ഖുർആനിൽ 2 തരത്തിലുള്ള ഹംസ ഉണ്ട്. 65 വയസ്സായി ഓതുന്ന ആൾ ഖുർആൻ ലേണിംഗ് ക്ലാസ് ഒരു ദിവസം ചോദിക്കുക, അല്ലേ ഈ ഇഹ്ദിന എന്നുള്ളത് ശരിക്കും ഉഹ്ദിന എന്നല്ലേ എന്ന്?
ചോദിച്ചു പോകും. കാരണം അന്നത് പഠിച്ചിട്ടില്ല. കാരണം ആ അലിഫിൻ്റെ മുകളിൽ ഇങ്ങനൊരു സാധനം ഉണ്ട്, അത് ഊന്നല്ലേ, ഉഹ്ദിനല്ലേ ഓതണ്ടെന്ന് ചോദിച്ചു പോവുക. അതൊരു ഹംസയാണ്, എഴുതാൻ പാടില്ലാത്ത ഒരു ഹംസ ഉണ്ട്. ആ ഹംസയുടെ ശബ്ദം തുടങ്ങുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ മുമ്പത്തെ ആയത്തിനോട് കൂട്ടിച്ചേർത്ത ഇഹ്ദിനാന്ന് ഈന്ന് കേൾക്കാൻ പാടില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനു ഇഹ്ദിന എന്നാണ് ഓതേണ്ടത്. അപ്പം തജ്വീദ് പ്രകാരം തന്നെ അത് പഠിക്കാനുള്ള ഒരു ശ്രദ്ധ നമ്മുടെ മനസ്സിലുണ്ടാകണം. അക്ഷരങ്ങൾക്ക് ശദ്ദ് വന്നാൽ അത് മണിച്ചുകൊണ്ട് ഓതേണ്ട അക്ഷരങ്ങളുണ്ട്. എല്ലാ അക്ഷരങ്ങൾക്കും ശദ്ദ് വന്നാൽ ഒരുപോലെയല്ല. ബാന് ശദ്ദ് വന്നാൽ ബബ്ബ എന്ന് പറയാം. ഇപ്പം റബുൻ എന്നതിന് ശദ്ദ് വന്നാൽ റബ്ബുൻ എന്ന് പറയാം. പക്ഷേ ഉമുൻ എന്നതിന് ശദ്ദ് വന്നാൽ ഉമ്മുൻ എന്ന് പറഞ്ഞാൽ പോരാ, അത് അല്പം കൂടെ മണിക്കണം. ഉമ്മുൻ എന്ന് പറയണം. ഇപ്പം അക്ഷരങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെയാണെങ്കിൽ ബബ്ബ തത്ത സസ്സ ജജ്ജ ഹ ഹ ഖ ഖ ദദ്ദ ദദ്ദ ററ സസ്സ സസ്സ ശശ സസ്സ ദദ്ദ തത്ത ദല്ല അ ഗഗ ഫഫ ഖഖ കക്ക ലല്ല മമ്മ നന്ന ഹ ഹ വവ യയ്യ എന്ന് പറയണം. മമ്മ നന്ന അതാണ്. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ അമ്മ യതസാഅലൂൻ സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ എന്നിടത്തൊക്കെ മണിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കാം എന്നൊന്നും കൂടെ പറയട്ടെ. വിശുദ്ധ ഖുർആനിലെ 29 അധ്യായങ്ങളുടെ പ്രാരംഭത്തിൽ കാണുന്ന അക്ഷരങ്ങളുണ്ട്. നേരത്തെ നാം പറഞ്ഞതുപോലെ ഓരോ ആയത്തുകളായും ആയത്തുകളുടെ പ്രാരംഭമായും വന്നിട്ടുള്ള ചില വചനങ്ങൾ. അതിൻ്റെ പേര് ഹുറൂഫുൽ അത് തന്നെ മുഖത്താഅത്ത് എന്നല്ല നിങ്ങൾ പറഞ്ഞ്, അത് തന്നെ മുഖത്താഅത്ത്, കേവലാക്ഷരങ്ങൾ. അലിഫ് ലാം മീം ഹാ മീം അലിഫ് ലാം റ കഫ് ഹാ യാ ഐൻ സാദ് സ്വാദ് നൂന് ഖാഫ്. ഒരക്ഷരം കൊണ്ട് തുടങ്ങുന്ന കേവലാക്ഷരമുണ്ട്, 2 കൊണ്ടുണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, അതിലപ്പുറമില്ല. അതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നു. അറബി ഭാഷയിൽ ഒരക്ഷരമുള്ള വാക്ക്, 2 അക്ഷരമുള്ള വാക്ക്, 3 ഉള്ളത്, 4 ഉള്ളത്, 5 ഉള്ളതുണ്ട്. 6 അക്ഷരമുള്ള വാക്ക് സ്ഥായിയായി അടിസ്ഥാനപരമായി അറബിയിലില്ല. മുഷ്തഖാത്തുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഖുർആനിൻ്റെ ഭാഷയുമായുള്ള ഒരു ബന്ധത്തെയാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ഏതായിരുന്നാലും അത് ഓതാൻ പലർക്കും അറിയില്ല. ജില്ലാ മത്സരത്തിൽ ഒരു കുട്ടി, പാരായണ മത്സരത്തിൽ ഫസ്റ്റ് നേടാനുള്ള കുട്ടി, എന്നാൽ ഒരു സൂറത്തും കൂടെ കേൾപ്പിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുട്ടിയോട് 19-ാം അധ്യായം സൂറത്തു മറിയമിൻ്റെ ആദ്യത്തിൽ ഓതാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓതാന്നാ, അത് ഓതാൻ അറിയില്ല. എന്തേ മറിയമിൻ്റെ ആദ്യത്തിൽ 5 അക്ഷരം ചേർത്ത് വെച്ചിരിക്കുന്നു, അത് ഓതാൻ അറിയില്ല. കാഫ് ഹാ ഐൻ കാഫ് ഹാ യാ ഐൻ സ്വാദ്, ഇത് ഓതാൻ അറിയില്ല. എങ്ങനെ ഓതാമെന്ന് 28 അക്ഷരങ്ങളുടെ 29 അധ്യായങ്ങളുടെ തുടക്കം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഹ യാ ത്വാ ഹ റാ ഹയ്യ് ത്വഹുർ, ഈ കേവലാക്ഷരങ്ങളിലുള്ള 5 അക്ഷരങ്ങൾ. അത് ഈ 5ഉം അധികം നീട്ടാൻ പാടില്ല, 2 ദീർഘമേ നൽകാൻ പാടുള്ളൂ. തജ്വീദ് പഠിക്കാനുള്ള എളുപ്പമാണ് ഞാൻ പറഞ്ഞത്. ഹയ്യ് തൊഹുർ, ഹ യ ത്വാ ഹ റ, ഹ യ ജീവനുള്ളത് ഹയ്യ്, തൊഹുർ ശുദ്ധിയുള്ളത് ത്വാ ഹ റ, ഇത് നീട്ടാൻ പാടില്ല. മറ്റുള്ളതൊക്കെ 6 നീട്ടണം. അലിഫ് ലാം മീം എന്നുള്ളതിൽ അലിഫ് നീട്ടാൻ പാടില്ല, ലാമും മീമും 6 നീട്ടണം. എങ്ങനെയാണ് ഓരോന്നും കേൾക്കാം. അലിഫ് ലാം മീം, അത്രയും നീട്ടണം. അഥവാ അലിഫ് ഒരക്ഷരം, ലാമിന് 6 ദീർഘം, അപ്പോൾ 1 6 7, പിന്നെ ഒരു 2 മണിക്കുന്ന ശബ്ദം 7 2 9, പിന്നെ ഒരു 6 മീമിൻ്റെ ദീർഘം. 15 അക്ഷരത്തിൻ്റെ സമയം വേണം പോലും അലിഫ് ലാം മീം ഓതാൻ. നമ്മൾ 3 അക്ഷരത്തിൻ്റെ സമയ. അള്ളാന്റെ റസൂല് പറഞ്ഞത് അതിന് 30 ഹസനത്തിന്റെ കൂലി ഉണ്ട് എന്നാ. 15 അക്ഷരത്തിന്റെ സമയം അതെടുക്കണം. പിന്നെയോ ഓരോ അക്ഷരം മുതൽ തുടങ്ങാം. സ്വാദ് എന്ന് നീട്ടണം. സൂറത്ത് ഖാഫ് ഖാഫ് നീട്ടിയോതണം. സൂറത്തുൽ ഖലം നൂൻ വൽ ഖലമി വമാ
യസ്തുറൂൻ. സൂറത്ത് ത്വാഹ ഹയ്യുൻ തഹൂർ എന്നുള്ളതിൽ അക്ഷര ത്വാഉ ഹാ ഉ നീട്ടാൻ പാടില്ല. ത്വാഹ ത്വാഹ ത്വാസീൻ ത്വാസീൻ സീൻ മാത്രം നീട്ടണം. യാസീൻ നിങ്ങളുടെ ഖൽബുൽ ഖുർആൻ യാസീൻ ഓതിയെങ്കിൽ തിരുത്തുക, യാ ദീർഘം പാടില്ല. യാസീൻ ഹാമീം. പലരും തെറ്റിക്കുന്നത് ഹാം മണിക്കുക, മീമിന് ശബ്ദില്ല, അതുകൊണ്ട് മണിക്കാൻ പാടില്ല. ഹാമീം അലിഫ് ലാം റാ, റാ രണ്ടേ നീട്ടാൻ പാടുള്ളൂ. ത്വാസീം മീം ഐൻ സീൻ ഖാഫ് അലിഫ് ലാം മീം സാദ് അലിഫ് ലാം മീം റാ കാഫ് ഹാ യാ ഐൻ സാദ്. എത്ര അക്ഷരത്തിൻ്റെ സമയം വേണം? കാഫ് 6, 3 അക്ഷരത്തിന് 6 എണ്ണം. 3 × 6 18. യാ ഹാ 2 വീതം 18ഉം 4 22. 22 അക്ഷരത്തിൻ്റെ സമയം വേണം. കാഫ് ഹായ ഹായ അത് അത്രേ നീട്ടാൻ പാടുള്ളൂ. കാഫ് ഹായ ഐൻ സാദ്. സഹോദരങ്ങളെ സഹോദരികളെ, ഞാൻ അവസാനിപ്പിച്ചു. കൃത്യമായും നിയമങ്ങൾ പരമാവധി പഠിച്ചുകൊണ്ട് നിയമാനുസൃതം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും നിയമാനുസൃതം ജീവിതം നയിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ ഖുർആൻ അനുയായികളിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കണം. അള്ളാഹു എന്നെയും നിങ്ങളെയും അതിന് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ പുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. പടച്ചറബ്ബെ, ഞങ്ങളിൽ ഒരുപാട് ആളുകൾ മാരകമായ രോഗങ്ങൾ പിടിപ്പെട്ടാനും പ്രയാസപ്പെടുന്നവരുണ്ട്. പലയിടങ്ങളിലും പല ആശുപത്രികളിലും കഴിയുന്നവരുണ്ട്. അള്ളാഹുവെ, അവരുടെ പാപങ്ങൾ വേഗം പുറത്ത് അവർക്ക് ശിഫ പ്രദാനം ചെയ്യണം റഹ്മാനെ. അള്ളാഹുവെ, ഈ പഠനത്തിൻ്റെ നിൻ്റെ കലാമിനെ സംബന്ധിച്ചുള്ള സംസാരത്തിൻ്റെയും കേൾക്കലിൻ്റെയും അതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കുന്നതിൻ്റെയും അതിമഹത്തായ ശ്രേഷ്ഠത കൊണ്ട് അള്ളാഹുവെ, നീ ഞങ്ങളുടെ എല്ലാം പ്രയാസങ്ങൾ, അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണം റഹ്മാനെ. അവരെ പരിചരിക്കുന്നവർക്ക് ഭൗതികമായ സൗകര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണം തമ്പുരാനെ. സാമ്പത്തികമായും മാനസികമായും പ്രയാസപ്പെടുന്ന ഒട്ടേറെ ആളുകൾ അള്ളാഹുവെ, അവർക്ക് നീ അനുഗ്രഹം ചൊരിയണം റഹ്മാനെ. ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ബറക്കത്ത് ചൊരിയപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഈ പഠനത്തിൻ്റെ, ഈ ചിന്തയുടെ, ഈ പ്രചാരണത്തിൻ്റെ പേരിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. അള്ളാഹുവെ, നിൻ്റെ ഖുർആൻ പഠിക്കാനും പ്രാവർത്തികമാക്കാനും നിത്യമായി പാരായണം ചെയ്യാനും മനഃപ്പാഠമാക്കാനും പ്രചരിപ്പിക്കാനും നീ ഞങ്ങൾക്ക് പ്രത്യേകം തൗഫീഖും കരുത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم اجعلنا من الذين يقرؤون القرآن حق قراءته يا رب العالمين. اللهم اجعلنا من الذين يدرسون القرآن حق دراسته يا رب العالمين. اللهم اجعلنا من الذين
الذين يعملون بالقرآن حق عمله يا رب العالمين يا رب العالمين اللهم ربنا اجعل القرآن إماما لنا اللهم اجعل القرآن إماما لنا اللهم اجعل القرآن شفيعا لنا لعيوب أعمالنا يا رب العالمين يا رب العالمين اللهم اجعل القرآن شاهدا لنا ولا شاهدا علينا يا رب العالمين اللهم تقبل منا دعاءنا وصلاتنا وقيامنا وصيامنا وقراءتنا القرآن ودراستها يا رب العالمين يا غفور يا غفار اللهم اغفر لنا يا غفار اللهم ارحمنا يا رحمن اللهم بارك لنا يا منعم اللهم أعنا على ذكرك وشكرك وحسن عبادتك ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين يا أرحم الراحمين وصلى الله على خير خلقك محمد وآله وصحبه أجمعين السلام عليكم ورحمة الله وبركاته.